ദൈവനാമത്തിന് മഹത്വം. ഹല്ലേലൂയ. ഓ, ദൈവം വളരെ നല്ലവൻ, എല്ലായ്പ്പോഴും നല്ലവൻ, എപ്പോഴും നല്ലവൻ, എല്ലാ ദിവസവും, ഇന്നും നാളെയും എല്ലായ്പ്പോഴും എല്ലാ ദിവസവും. ഓ, നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആമേൻ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെങ്ങനെ സ്വാഗതം ചെയ്യുന്നു, ഈ സ്ഥലത്തേക്ക് സ്വാഗതം ചെയ്യുന്നു, ഞങ്ങളെങ്ങനെ സ്വാഗതം ചെയ്യുന്നു യേശു. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങളെങ്ങനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഓ, ഒരു വലിയ നന്ദി ഞങ്ങൾക്ക് അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നന്ദി യേശുവേ. നന്ദി കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദിയപ്പാ. അങ്ങ് ഞങ്ങളുടെ ചെയ്യുന്ന വലിയ കാര്യങ്ങൾക്കായി നന്ദി. ഓ, അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ ശക്തി, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ സന്തോഷം, അങ്ങയുടെ അഭിഷേകം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ഓ സൂപ്പർ നാച്ചുറൽ, അസാധാരണമായ കാര്യങ്ങൾ. ആമേൻ കർത്താവേ, ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ എനിക്ക് മഹത്വം തരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah, 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 hallelujah. യേശു ഉണ്ടെങ്കിൽ ഭയമില്ല, യേശു ഉണ്ടെങ്കിൽ ഭയമില്ല, യേശു ഉണ്ടെങ്കിൽ ഭയമില്ല, 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 ഓ ഓ ഭയമില്ല, ഭയമില്ല. ഹല്ലേലൂയ. യേശു ഹേ തോ ഡർ നഹീ, യേശു ഓ ഹൽബർ ഹസേ. Sing. यीशु है तो डर नहीं, यीशु है तो डर नहीं, यीशु है तो डर नहीं, नहीं 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 डर नहीं, ओ नहीं 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 डर नहीं. हालेलुया, हालेलुया. Hallelujah. Can you just speak in tongues for 1 minute? Hallelujah. കുറച്ചു നേരം നമുക്ക് അന്യഭാഷയിൽ സംസാരിക്കാമോ? നമ്മളെ തന്നെ മറന്ന് എല്ലാവരും 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 ഓ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ഞാൻ അറിയുന്നു. എല്ലാവരും അന്യഭാഷയിൽ 1 മിനിറ്റ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചാട്ടെ. Roba baba riba tahara lebra shinka teka roko loko toko rima mama 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 riba baba baba hal brase hotokro lebra la shika takara sohro lobra la seka bara la sika tekra lebra la kloklo to rika takara la sentre la shika tabra sentre la saka toko loko lakho lakara la shika tela lebra sentre la se hatokro re barase. Hallelujah. I want to just speak to you. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് നേരത്തേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിക്ക് വിശ്വാസം ഉണ്ടാകുന്നത്?
അത് എങ്ങനെയുള്ള വിശ്വാസമായിരിക്കും? എല്ലാവരും ഇരുന്നാട്ടെ. നിങ്ങളെല്ലാവരും വിശ്വാസികളാണ്. നിങ്ങളെല്ലാവരും ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഉറക്കം തോന്നുന്നുണ്ടോ? നിങ്ങൾ ഉണർവോടിരിക്കുന്നോ? ക്രിസ്തു എപ്പോഴും ഉണർവുള്ളവനാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഉണർവുള്ളവരായിരിക്കും. നിങ്ങളുടെ അടുത്തുള്ളവരോട് പറഞ്ഞിട്ട് ഞാൻ ഉണർവോടുകൂടിയിരിക്കുന്നു. നിങ്ങൾ നല്ല ഉണർവോടുകൂടിയാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകത്തെ ഉണർത്തുകയാണ്. മത്തായി 17 അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. Jesus and his disciples, they come down from the mountain of transfiguration. അതിന്റെ 9. You know that story. Jesus was a transfigured, and the disciples could not see him. They heard a voice from heaven. മത്തായി 17:17. This is my beloved son. Listen to him. So they had a wonderful experience on the mount. As soon as the voice they heard, they just fell to the ground and they were slain in the spirit. യേശു കർത്താവ് Jesus, or they could not bear the voice of God. It was so heavy. The whole mountain was full of God's presence. Now we are in the place of transfiguration. Now Jesus is യേശു കർത്താവ് inside of us. നമ്മളുടെ ഉള്ളിൽ വസിക്കുന്നു. We have that voice of God. നമ്മൾ ദൈവശബ്ദം കേൾക്കുവാൻ കഴിവുള്ളവരാണ്. ദൈവം പറയുകയാണ്, You are my beloved son. നീ എൻ്റെ In you. പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. On the mount, God said about Jesus, He is the beloved son, and I well pleased in Him. Listen to Him, hear His voice. But മത്തായി 17:5. you are His ഇന്ന് beloved son. ദൈവം നിങ്ങളെ നോക്കി പറയുകയാണ്, നീ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. Did you eat more? So you couldn't move. നിങ്ങൾ ശരിക്കും കഴിച്ചോ? നന്നായി ഫുഡ് കഴിച്ചിട്ടുണ്ടോ? Okay. ഓക്കെ. ഹല്ലേലൂയ. So they had such a wonderful experience. ഓക്കെ. മലമേൽ They met യേശു കർത്താവിനോടൊപ്പം ശിഷ്യന്മാർക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർ വളരെയധികമായി ആമേൻ യേശു കർത്താവിന്റെ രൂപാന്തരം കണ്ട് ആമേൻ അവർ വളരെയധികം ഭ്രമിക്കുവാനിടയായി. പക്ഷേ that Jesus who was transfigured. അവർ ഇതുവരെ കണ്ട യേശുവല്ലാതെ ആ യേശു കർത്താവ് രൂപാന്തരപ്പെടുവാനിടയായി. അതേ യേശു കർത്താവ് ആമേൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആമേൻ അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ അവൻ ഇപ്പോൾ ഭൂമിയിലേക്ക് വന്നു. എങ്ങനെയുള്ള യേശുവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്? And our spirit also. നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും ഒന്നായി തീർന്നിരിക്കുന്നു. ഇനി നമ്മൾ രണ്ടല്ല, ആമേൻ, നമ്മൾ ഒന്നാണ്. ദൈവവും യേശു കർത്താവും പരിശുദ്ധാത്മാവും ആമേൻ നമ്മളുടെ ആത്മാവും ഒന്നാണ്. ആമേൻ. ഹല്ലേലൂയ. Jesus and the disciples. യേശു കർത്താവും ശിഷ്യന്മാരും And there was a father who came running to Jesus. അവർ മലയിൽ നിന്ന് ഇറങ്ങി My വരും. son is attacked by ഇറങ്ങി വരുമ്പോൾ epileptic spirit. Whenever that spirit catches him, അവർ ഇറങ്ങി വരുമ്പോൾ ഒരാൾ വന്ന് അവരോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുന്നു കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും, എത്രത്തോളം നിങ്ങൾ സഹിക്കും? my father, അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഉത്തരം പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകാനുള്ള സമയമായി. ഇപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് എല്ലാ പിശാചിനെ പുറത്താക്കേണ്ടതാണ്. നിങ്ങൾ എഴുന്നേറ്റ് സൗഖ്യമാക്കേണ്ടവരാണ്. ഇതിപ്പോൾ നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ എന്നിത് ചെയ്യും. യേശു കർത്താവ് പറഞ്ഞു, ഓക്കെ, എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. he brought this son. ആമേൻ. അവൻ തൻ്റെ മകനെ യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. The book of Mark chapter 9. മർക്കോസ് 9 നമുക്ക് ഇതേ കാര്യം കാണാൻ കഴിയും. And all the crowds were running towards Jesus. എല്ലാ പുരുഷരും യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി വരിക. യേശു കർത്താവ് ആ Spirit of death ദുരാത്മാവിനെ
ശാസിച്ചകറ്റി. No more. ഇനിമേലിൽ ഈ ദുരാത്മാവ്, രോഗത്തിന്റെ ആത്മാവ് ഇവനിൽ കടക്കരുതെന്ന് അമർച്ചയായി കൽപ്പിച്ചു. ഉടൻ തന്നെ Moving out and അവൻ rolling on the ground. ആ ദുരാത്മാവ് വെളിപ്പെടുവാൻ തുടങ്ങി, ആ വ്യക്തിയെ വലിച്ചടയ്ക്കാൻ തുടങ്ങി. പക്ഷെ വ്യക്തി അവസാനം Totally normal. ആമേൻ പരിപൂർണമായി സൗഖ്യമുള്ളവനായി തീർന്നു. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. And the disciples came to the house and said, Jesus, ശിഷ്യന്മാരുടെ വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. because അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. he added, if you have faith അതിനുശേഷം യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയുമില്ല. പറഞ്ഞാട്ടെ, മാറുക, മാറുക, നീങ്ങുക, അവിടെ നിന്ന് നീങ്ങുക. നിങ്ങളിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ പർവ്വതം പോലെ നിൽക്കുന്നത് എന്താണോ, നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് എന്താണോ, ഇനി എന്തെങ്കിലും രോഗത്തിന്റെ ശക്തിയാണോ, എന്തെങ്കിലും പാപത്തിന്റെ ശക്തിയാണോ, നിങ്ങൾ പറഞ്ഞാട്ടെ, ഇവിടെ നിന്ന് മാറിപ്പോവുക, നീങ്ങുക. ഹല്ലേലൂയ. and one thing, the word touched me. Nothing will be impossible for you. മറ്റൊരു കാര്യം എനിക്ക് വളരെയധികമായി എന്നെ തൊടുവാനിടയായി. ഞങ്ങൾക്ക് നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. Nothing will be. Oh, hallelujah. ഒന്നും നിങ്ങൾക്ക് അസാധ്യമാകുകയില്ല. Nothing is too difficult for you, oh Lord. Now, Jesus wants to say, ഇപ്പോൾ യേശു കർത്താവിനെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. nothing, absolutely nothing. Nothing is too difficult. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല. You believe you can do all things. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിങ്ങൾക്കെല്ലാം And my daughter, ചെയ്യുവാൻ കഴിയും. can you put your faith all in my word? Just believe you can. ഞാൻ പറഞ്ഞ വാക്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? സകലതും സാധ്യമാണ്. ഹല്ലേലൂയ. Hakil Prabhu se mira. കരബല ശിഹരബല സികഠക്രലബല സെഹേ രേഖഠബല ശിഹരബല സെന്ദ്രേ റോബല ശിഹരല സെന്ദ്രേ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വചനമാണ് ദൈവം എനിക്ക് തന്നത്. നിങ്ങളുടെ മുൻപിൽ ഒന്നും അസാധ്യമാവുകയില്ല. സകലവും സാധ്യമാണ്. പറഞ്ഞാട്ടെ, അസാധ്യമായി എനിക്കൊന്നുമില്ല. എനിക്ക് ഒന്നും അസാധ്യമായില്ല. ഒന്നും അസാധ്യമായില്ല. ഒന്നും, ഒരു രോഗത്തിനോ ഒരു പിശാചിനോ. ഹല്ലേലൂയ. ആമേൻ. ഇതിലൊന്നിനും എൻ്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുകയില്ല. ഞാൻ വളരെയധികം അതിശയപ്പെട്ടൊരു കാര്യം, ലൂക്കോസ് 1:37 With God, all things are possible. Hallelujah. Mark 9:23 says, if you believe, മർക്കോസ് 1:23 പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാ സകലവും സാധ്യമാണ്. here's Jesus says, ഇവിടെ യേശു പറയുകയാണ്, things shall be impossible for you. നിങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ല. For he, for she, for you who believe, ആരോണോ വിശ്വസിക്കുന്നത് അവർക്ക് സകലവും സാധ്യമാണ്. absolutely nothing is too difficult for you. What time we sing? Nothing, nothing, absolutely nothing. ചേർന്ന് പാടാമോ? See, as all this year we have been singing, nothing is too difficult. ഈ വർഷങ്ങൾ മുഴുവൻ നമ്മൾ പാടി, അങ്ങേക്ക് ഒന്നും അസാധ്യമല്ല ദൈവമേ. പക്ഷേ ഇന്ന് സ്വർഗം നിങ്ങളെ നോക്കി പറയുകയാണ്, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. I want to just now circle the word you. അവിടെ ആ വചനം ഒന്ന് നിങ്ങൾ അടിവരയിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതില്ല നിങ്ങൾക്ക് എന്നത് ഒന്ന് വട്ടമിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആ നിങ്ങൾ എന്ന് പറയുന്നത് ഈ ശരീരമല്ല, നിങ്ങളുടെ ആത്മമനുഷ്യനാണ്. നിങ്ങൾ ശരിക്കും ഒരു ആത്മമനുഷ്യനാണ്. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ എന്നാണോ സ്വീകരിച്ചത്, യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആ ദിവസം പരിശുദ്ധാത്മാവ് അവൻ നമ്മളുടെ ഉള്ളിൽ വസിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ നമ്മൾ ക്രിസ്തുവുമായി ഒന്നായി തീർന്നു. ഹല്ലേലൂയ. ആ സമയത്ത് നമ്മുടെ ആത്മമനുഷ്യൻ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽപ്പെട്ടു, അവൻ ശുദ്ധീകരിക്കപ്പെട്ടു. എഫേസ്യർ 2:4-8 വരെയുള്ള വചനം കാണാൻ കഴിയും.
അവൻ കരുണ കൊണ്ട് നിറഞ്ഞവനായി അവൻ നമ്മൾക്ക് ജീവൻ തരുന്ന കാണാൻ കഴിയും. ആമേൻ. അങ്ങനെ നമ്മൾ യേശു ക്രിസ്തുവുമായിട്ട് ഒന്നായി തീർന്നു. പൗലോസ് പറയുകയാണ്, I have been crucified. ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശീകരിക്കപ്പെട്ടിരിക്കുന്നു. Hereafter I am not living. ഇനി അങ്ങോട്ട് ഞാനല്ല ജീവിക്കുന്നത്, പക്ഷേ ഞാൻ ഈ ശരീരത്തിൽ ജീവിക്കുന്നു. എങ്ങനെ? ഞാനല്ല, പക്ഷേ Or the Son of God. ദൈവപുത്രനുള്ള വിശ്വാസത്താൽ ഞാൻ ജീവിക്കുന്നു. It is not our faith. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ വിശ്വാസമല്ല. രോഗസൗഖ്യം എൻ്റെ വിശ്വാസമല്ല, അത് ക്രിസ്തുവിൻ്റെ വിശ്വാസമാണ്. പറഞ്ഞാട്ടെ, ക്രിസ്തുവിൻ്റെ വിശ്വാസം. യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ അവനിലുള്ളതെല്ലാം, അവന് നിക്ഷിപ്തമായതെല്ലാം നമ്മുടെ ഉള്ളിലും നമ്മുടെ ആത്മാവിലും വന്നു കഴിഞ്ഞു. ഞാൻ പറയട്ടെ, കൊലോസ്യർ 2:10 പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരാണ്, പൂർണ്ണതയുള്ളവരാണ്. Everything lives in the form of in Christ. ക്രിസ്തുവിലുള്ളതെല്ലാം Christ. Everything that is in Christ. ക്രിസ്തുവിലുള്ളതെല്ലാം നമ്മുടെ ആത്മാവിൽ വന്നു കഴിഞ്ഞു, പരിശുദ്ധാത്മാവിനെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ അവന്റെ വിശ്വാസം Transferred into our നമ്മളുടെ ആത്മാവിലേക്ക് പകരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആത്മാവാണ്. നിങ്ങൾ വിശ്വാസമുള്ള ആത്മാവാണ്. നിങ്ങളുടെ ആത്മാവിൽ വിശ്വാസം നിറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ആത്മാവിൽ വന്നിരിക്കുന്നു. come into this body and you are living. നിങ്ങളുടെ ആത്മാവിൽ ക്രിസ്തുവിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞതിനാൽ ഇപ്പോൾ ഇനി എൻ്റെ ജീവിതം എന്നല്ല പറയുന്നത്, ഇത് ശാരീരികമായ ഒരു ജീവിതമല്ല, ഇത് ക്രിസ്തുവിന്റെ ജീവിതമാണ് നയിക്കുന്നത്. നിങ്ങൾക്ക് അന്യഭാഷയിൽ കുറച്ചു നേരം സംസാരിക്കാമോ? ഈ ഒരു വചനത്തിലേക്ക് ശ്രദ്ധിച്ചോട്ടെ. ഞാൻ ജീവിക്കുന്ന ജീവിതം, അതായത് എനിക്കുള്ള വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം, അത് ക്രിസ്തുവിൽ നിന്ന് വന്ന വിശ്വാസമാണ്. നമ്മൾ സ്വർഗീയ രാജ്യത്തിലുള്ളവരാണ്. സ്വർഗീയ രാജ്യത്തിൽ എല്ലാം വിലപിടിപ്പുള്ളവരാണ്, എല്ലാം വിലപിടിപ്പുള്ളതാണ്. Hello. We are in the kingdom of God. നമ്മൾ We are dealing with the ദൈവരാജ്യത്തിലുള്ളവരാണ്. of God and the business of God, which is high, ദൈവ costly, precious. ഏറ്റവും വലിയ വിലയേറിയ സ്ഥാനത്താണ് നമ്മളായിരിക്കുന്നത്. അമേൻ. സ്വർഗരാജ്യത്തിലെ കറൻസി എന്ന് പറയുന്നത് അത് ഹെവൻലി കറൻസി, അത് ക്രിസ്തുവിന്റെ വിശ്വാസമാണ്. That faith ആ വിശ്വാസം has been deposited നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. to us freely according to the measure of Christ. You read it, Romans chapter 12 verse 3. റോമർ 12:3 വായിക്കുകയാണെങ്കിൽ, Has been given a portion of God's faith. എല്ലാവർക്കും So listen to me. God's faith will do godly things. God's faith will do supernatural. എല്ലാവർക്കും ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ എല്ലാവർക്കും വിശ്വാസത്തിന്റെ അളവ് ദൈവം പങ്കിട്ട് നൽകിയിരിക്കുന്നു. എനിക്ക് എൻ്റെതായ ഒന്നും ചെയ്യാനില്ല, പക്ഷെ എനിക്ക് എൻ്റെ പിതാവിൻ്റെതായ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ആമേൻ. ഞാൻ പറയട്ടെ, നമ്മൾക്ക് നമ്മളുടേതായ ശക്തി കൊണ്ട് ഒരു രോഗവും സൗഖ്യമാക്കാൻ കഴിയുകയില്ല. അതാണ് യേശു കർത്താവ് യോഹന്നാൻ 15:15 പറയുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല, പക്ഷേ എന്നാൽ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സകലവും സാധ്യമാണ്. അതാണ് പൗലോസ് പറയുന്നത്, എനിക്ക് എല്ലാ കാര്യം ചെയ്യാൻ കഴിയും ക്രിസ്തുവിലൂടെ. ആരാണ് ഈ ക്രിസ്തു? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ എന്നെ ശക്തനാക്കുന്നു. എന്നെ ഉപയോഗിക്കുന്നു. അവൻ എനിക്ക് അവന്റെ വിശ്വാസം നൽകിയിരിക്കുന്നു. അവന്റെ വിശ്വാസത്താൽ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം അവന്റെ വിശ്വാസം നിങ്ങൾക്ക് പങ്കിട്ട് നൽകിയിരിക്കുന്നു, എനിക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, ദൈവം തന്നിരിക്കുന്ന വിശ്വാസം നിങ്ങളായിട്ട് ഉണ്ടാക്കിയ വിശ്വാസമല്ല, ദൈവത്തിൽ നിന്ന് വന്ന വിശ്വാസമാണ്. ദൈവികമായ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. ഹല്ലേലൂയ. A normal person, അവരോട് സാധാരണ മനുഷ്യനെ എടുക്കുന്നു. a person who is just learned, useless person.
ആരാലും ഉപയോഗിക്കപ്പെടത്തില്ലെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി, അവൻ തൻ്റെ രക്തത്താൽ കഴുകുന്നു, ശുദ്ധീകരിക്കുന്നു, അവൻ്റെ പരിശുദ്ധാത്മ നിറയ്ക്കുന്നു. The same power as God Christ. ക്രിസ്തുവിലുള്ള അതേ ശക്തി ആ മനുഷ്യനിൽ നിറയ്ക്കുന്നു. ആ ശക്തി നിങ്ങളിലും ദൈവം പകർന്നിരിക്കുകയാണ്. We are called to be just like Christ. നമ്മൾ ക്രിസ്തുവിനെ പോലെ വിളിക്കപ്പെട്ടിരിക്കുന്നു. നന്ദി. So Paul says, പൗലോസ് പറയുന്നു, I am not living this life by me, ഞാൻ by the faith of the Son. ഞാൻ എൻ്റെ ഈ ജീവിതം ഞാനായി നയിക്കുകയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, ക്രിസ്തുവിൽ പകർന്നിരിക്കുന്ന വിശ്വാസത്താൽ നടക്കുന്നു. പറഞ്ഞാട്ടെ, എന്നിൽ ദൈവികമായ വിശ്വാസമുണ്ട്, ദൈവം നൽകിയ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ദൈവം ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഒരു ദൈവികമായ ഒരു വ്യക്തിയാണ്. ഞാൻ സ്വർഗത്തെ ചുമക്കുന്ന വ്യക്തിയാണ്. ഞാൻ പരിശുദ്ധം നിറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. എന്താണോ ക്രിസ്തു ചെയ്തത് അതെനിക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, He who believes on me, യോഹന്നാൻ 14:12 പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ, truly I tell you, ഞാൻ നിങ്ങളോട് he who believes on me, വ്യക്തമായി പറയുന്നു, that I did, ഞാൻ ചെയ്തത് എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഹല്ലേലൂയ. and greater works than these. ആമേൻ. അവൻ അതിൽ വലുതായും ചെയ്യും. എത്ര പേർക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു? യേശു കർത്താവ് ചെയ്തതിലധികമായി അത്ഭുതങ്ങൾ ചെയ്യുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? Every city needs miracle. എല്ലാ പട്ടണങ്ങൾക്കും അത്ഭുതങ്ങൾ ആവശ്യമാണ്. നോർത്ത് ഇന്ത്യ അത്ഭുതങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ആമേൻ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്യേണ്ട വ്യക്തിയാണ് നിങ്ങൾ. ഇതിപ്പോൾ നല്ലപോലെ ഉറങ്ങാനുള്ള നല്ല സമയമാണല്ലേ? പക്ഷേ ഈ സമയം ഇപ്പോൾ എഴുന്നേൽക്കുവാൻ, ആമേൻ, നിങ്ങളുടെ വിശ്വാസത്തെ ഉണർത്തി, ആമേൻ, ദൈവികമായ വിശ്വാസത്തെ ഉയർത്തി ചില കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമാണ്. You are നിങ്ങളൊരു ആത്മമനുഷ്യനാണ്. your spirit. നിങ്ങളുടെ ആത്മാവിൽ God's faith is. ദൈവത്തിന്റെ വിശ്വാസം നിക്ഷേപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. Jesus said, ദൈവം, യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ അവിശ്വാസ നിമിത്തം, if you believe, you can do anything. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സകലവും സാധ്യമാണ്. ഹല്ലേലൂയ. Number one, your faith, my faith is Christ. വിശ്വാസമാണ് നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്നത്. Jesus Christ's faith is complete. യേശുക്രിസ്തുവിന്റെ വിശ്വാസം പരിപൂർണമാണ്. നമ്മളുടെ വിശ്വാസവും ക്രിസ്തുവിൽ അതേപോലെ തന്നെ പരിപൂർണമാണ്. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരാത്മമനുഷ്യനാണ്. ഈ ശരീരത്തിൽ വസിക്കുന്ന ഒരാത്മമനുഷ്യനാണ്. ഈ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്. പറഞ്ഞട്ടെ, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. എൻ്റെ ശരീരം ദൈവത്തെ ചുമക്കുന്ന ഒരു പെട്ടകമാണ്. എൻ്റെ ശരീരത്തിൽ ദൈവികമായ കാര്യങ്ങൾ മാത്രമേ അനുവദിക്കാൻ കഴിയുകയുള്ളൂ. മറ്റേത് കാര്യങ്ങളും, പുറത്തുനിന്നുള്ള ഏത് കാര്യങ്ങളും, അവൻ എന്ത് തന്നെയായിരുന്നാലും അത് മാറിപ്പോകട്ടെ. നോക്കുക, ദൈവം പറയുന്നു, To Jeremiah, യിരെമ്യാവിനോട് പറയുകയാണ്, chapter 15, യിരെമ്യാവ് 20, 15:20, he said, I will make you as a bronze wall, and all these people will fight against you. ഞാൻ നിന്നെ ഈ ജനത്തിന് Overpower you, because I am with you. That you is the spirit of God, and it is just like a bronze wall. You are like a bronze wall, and no weapon. ഞാൻ നിന്നെ ജനത്തിന് ഉറപ്പുള്ള താമ്ര ഭിത്തിയാക്കി വെക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. നിന്നെ രക്ഷിപ്പാനും വെടിവെപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. യേശുക്രിസ്തുവിന്റെ വിശ്വാസം എന്ന് പറയുന്നത് സകലത്തിനെ തകർക്കുന്ന, പിശാചിന്റെ പ്രവർത്തികളെ തകർക്കുന്ന വിശ്വാസമാണ്. പറഞ്ഞാട്ടെ, ക്രിസ്തുവിന്റെ വിശ്വാസമാണ് എനിക്കുള്ളത്. അതിനെ തകർക്കുവാൻ കഴിയും. പർവ്വതങ്ങൾ, അതിനെ ഞാൻ ഇടിച്ചു കളയുന്ന വിശ്വാസമാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം. യിരെമ്യാവേ, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ ജനത്തിന് ഉറപ്പുള്ള താമ്ര ഭിത്തിയാക്കി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ മനുഷ്യൻ എന്ന് പറയുന്നതിന് ഒരു വളരെ ശക്തമായ വ്യക്തിത്വമാണുള്ളത്. പറഞ്ഞിട്ട്, ഞാൻ വളരെ ശക്തമായ ഒരു ആത്മമനുഷ്യനാണ്. എൻ്റെ ആത്മമനുഷ്യൻ വളരെ ശക്തമായതാണ്. അത് വിശ്വാസമുള്ള ആത്മാവാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, 2 കൊരിന്ത്യർ 4,
14, we have the 13, 14. the same spirit ക്രിസ്തുവിലുള്ള അതേ ആത്മാവ്, ക്രിസ്തുവിലുള്ള അതേ വിശ്വാസം, of the apostles, അപ്പോസ്തലന്മാരുള്ള അതേ വിശ്വാസം, spirit of faith, we speak. അതാണ് നമ്മളിൽ പകർന്നിരിക്കുന്നത്. We know that he who raised up Jesus Christ from the dead ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് has present us with you. I want to focus on this word. You please listen. You and I have കർത്താവ് യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെ യേശുവിനോട് കൂടി ഉയർപ്പിച്ച് നിങ്ങളോട് കൂടി തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. അതേ ആത്മാവ്, ഇതേ ആത്മാവാണ് അപ്പോസ്തലന്മാരിലും പ്രവർത്തിച്ചത്, പ്രവാചകന്മാരിലും പ്രവർത്തിച്ചത്. ദാവീദ് പറയുന്നു, സങ്കീർത്തനം 116:10 പറയുന്നു, if you believe ഞാൻ അവൻ പറഞ്ഞ വചനത്തിൽ വിശ്വസിക്കുന്നു. യേശു പറഞ്ഞു, and it will move from here to ഈ പർവ്വതത്തോട് സംസാരിക്കാതെ അവൻ ഇവിടുന്ന് മാറിപ്പോകാൻ ഞാൻ പറഞ്ഞു. mountain, be moved in Jesus. എല്ലാ പർവ്വതങ്ങളും യേശുവിന്റെ അതിൽ മാറിപ്പോകട്ടെ. mountain of slavery removed. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം Faith that raises up. മരണത്തിൽ നിന്നുള്ളവർ ഉയർപ്പിക്കുന്ന വിശ്വാസമാണ്. ഞാൻ ഈ വചനത്തിൽ ഫോക്കസിന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, What do they അത് ഞങ്ങൾ സംസാരിക്കുന്നു. എന്താണ് speak? Miracle. എന്താണ് ആവശ്യ? സൗഖ്യം, അത്ഭുതം, അടയാളം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. You need not take it. You can note down. നിങ്ങൾക്കിത് എഴുതിയെടുക്കാം. If you read it, Acts of the Apostles, അപ്പോസ്തല പ്രവൃത്തി 14 അധ്യായം 9 and 10. 8, 9, 10. Preaching the gospel in Lystra. ലുസ്ത്രയിൽ Crippled man listening to the പൗലോസ് പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. മുടന്തനായ ഒരു വ്യക്തി ആമേൻ പൗലോസിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ hearing the word. When you keep on hearing the word of the Lord, the പൗലോസ് അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടു. ആമേൻ. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ആത്മമനുഷ്യനുമേൽ വിശ്വാസം ആമേൻ ഉയർന്നുകൊണ്ടിരിക്കും. കാരണം എല്ലാ വചനവും വിശ്വാസത്തെ ചുമക്കുന്നതാണ്. ആ വചനം എന്ന് പറയുന്നത് ശക്തിയും hallelujah. ചൈതന്യമുള്ളതാണ്. ഈ മനുഷ്യൻ ആ ദൈവവചനം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് പൗലോസ് കണ്ടു, ഓ അവന് സൗഖ്യമാക്കുവാനുള്ള വിശ്വാസമുണ്ട്. Of Jesus. He was preaching the gospel. അവൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. Rise up to your feet. ഉടൻ തന്നെ അവനെ കണ്ടുകൊണ്ട് പൗലോസ് പറഞ്ഞു, നീ എഴുന്നേറ്റ് കാലൂതി നിവർന്ന് നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. ഉടനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മുടന്തനായ മനുഷ്യൻ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. As you keep on listening, നിങ്ങൾ വീണ്ടും വീണ്ടും വചനം കേട്ടിരിക്കുകയാണോ? ആ വചനം പെട്ടെന്ന് അതിന്മേലുള്ളൊരു വിശ്വാസം ആമേൻ കടന്നു വരും. ആമേൻ അതിന്മേലൊരു തീ ഉണ്ടാകും, പെട്ടെന്ന് ഒരു സ്ഫോടനമുണ്ടാകും. ആ ഒരു ശക്തിമേൽ നിങ്ങളുടെ ശുശ്രൂഷ അത്ഭുതകരമായി പണിയപ്പെടുന്നത് കാണാൻ കഴിയും. the word is like a fire. വചനം എന്ന് പറയുന്ന തീ പോലെയാണ്. ഹല്ലേലൂയ. He spoke a miracle. അവരൊരു അത്ഭുതത്തിന്റെ വചനം സംസാരിച്ചു. എഴുന്നേൽക്കുക. We speak. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ What we speak? വിശ്വസിക്കുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു. എന്താണ്? യേശു കർത്താവ്. Resurrection. We speak. That rise. യേശു കർത്താവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. ഞങ്ങൾ ഉയിർപ്പിനെ സംസാരിക്കുന്നു. That tumor to be dis. ആ ട്യൂമർ ഇപ്പോൾ മാറാൻ കൽപ്പിക്കുന്നു, സൗഖ്യമാക്കാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. What time in our church? ഒരു ദിവസം എൻ്റെ ചർച്ചിൽ ഒരു സ്ത്രീ Cancer in her. ക്യാൻസർ ഉള്ള The CMC hospital checked her. ഒരു വ്യക്തി വരുവാനിടയായി. Go home ആ and വ്യക്തി so I prayed. ആ സ്ത്രീക്ക് She went to her home. പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ആ വ്യക്തി വീട്ടിൽ പോയി. ആ സ്ത്രീ അവിടെ പോയി ഛർദ്ദിച്ചപ്പോൾ രക്തം വെളിയെ വരുവാനിടയായി. പക്ഷേ അവർ പരിപൂർണമായി സൗഖ്യമാകുവാൻ ദൈവം സഹായിച്ചു. ഒരുപാട് അത്ഭുതങ്ങൾ ഇതുപോലെ പറയുവാനുണ്ട്. For one child, the doctor said, ഒരു കുഞ്ഞ് ഡോക്ടർ പറഞ്ഞു അവൾ diagnosed with a leukemia. ലുക്കീമിയ എന്ന അസുഖത്താൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. അവൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. Just prayed. ഞങ്ങൾ ജസ്റ്റ് പ്രാർത്ഥിച്ചു. Started believing. അവളുടെ മാതാവ് വിശ്വസിക്കുവാൻ തുടങ്ങി. അവർ വചനം സംസാരിച്ചു കൊണ്ടേയിരുന്നു.
കുറച്ച് സമയത്തിന് ശേഷം അവർ ഡോക്ടറുടെ അടുക്കൽ പോയി. കാരണം ആ അമ്മ എന്ന് പറയുന്ന ഒരു ഹെഡ് നഴ്സാണ്. ഡോക്ടർ കാണാനിടയായി ലുക്കീമിയ എന്ന് പറയുന്നതില്ല, പരിപൂർണമായി സൗഖ്യമായി. We speak because we believe. നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ട് സംസാരിക്കുന്നു. That's ഒരു ഹൈഫൈ കൊടുത്തോണ്ട് പറയാമോ, ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. വിശ്വാസം സംസാരിക്കും, വിശ്വാസം സംസാരിക്കും. God speaks. That എന്താണോ ദൈവം സംസാരിക്കുന്നത് അതാണ് വിശ്വാസം സംസാരിക്കുന്നത്. what is impossible എന്താണോ അസാധ്യമായിട്ടുള്ളത് അതിനെ സംസാരിക്കുക, അത് സാധ്യമാകും. certainly comes to pass. പെട്ടെന്ന് അത് സാധ്യമാകും. It's like a mountain. ഇപ്പോൾ ഒരു മല പോലെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. അതെ, അതാണ് യേശു പറഞ്ഞത്, വരിക വരിക വരിക, ഈ പർവ്വതത്തിൽ നോക്കിയാട്ടെ, അത് ഇവിടെ നിന്ന് മാറിപ്പോകുമെന്ന് പറഞ്ഞാട്ടെ, അത് മാറിപ്പോകും. Such a great spirit. നിങ്ങൾ അങ്ങനെയുള്ള അതിശക്തരായ ആത്മമനുഷ്യനാണ്. യോഹന്നാനും യാക്കോബും Disciples of thunder. അവർ ഇടിമുഴക്കത്തിന്റെ മക്കളെന്നാണ് വിളിക്കപ്പെടുന്നത്. Just wanted to go to Jerusalem. യേശു കർത്താവിന് ജെറുസലേമിൽ പോകണമായിരുന്നു. Of course, on the way through ആ the back. ശമരിയയിലേക്ക് പോകുന്ന വഴിയായിരുന്നു. These two people went there and they just declared, Jesus is coming, make a way. യേശു വരുന്നു, നിങ്ങൾ വഴി ഒരുക്കുക എന്ന് പറഞ്ഞു. പക്ഷെ They said, Jesus, അവർ പറഞ്ഞു, bring fire from heaven just like Elijah. യേശുവിനെ പുരുഷൻ തടയുന്നത് കണ്ടിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ആകാശത്ത് നിന്ന് തീ ഇറക്കട്ടെ. I came to give life to the people. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ കൊല്ലുവാനല്ല വന്നത്, ഞാൻ മനുഷ്യർക്ക് ജീവൻ കൊടുക്കുവാനാണ് വന്നത്. Jesus rebuked them. And യേശു കർത്താവരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, don't you know നിങ്ങൾക്കറിയുകയില്ലയോ നിങ്ങൾ ഏത് തരത്തിലുള്ള ആത്മാവാണ് നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നത്? ഏത് തരത്തിലുള്ള ആത്മാവാണ് നിങ്ങൾ സ്വാധീനിച്ചിരിക്കുന്നത്? നിങ്ങൾ ക്രിസ്തുവിലുള്ള ആത്മാവാണ്. നിങ്ങൾ വസിക്കുന്ന ആത്മാവ് ദൈവികമായ ആത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നിങ്ങളുള്ളത്. your spirit can do great things. നിങ്ങളുടെ ആത്മാവിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. Guys, the body doesn't go. What ആരെങ്കിലും മരിക്കുമ്പോൾ ശരീരം പോവുകയില്ല, ആത്മാവാണ് പോകുന്നത്. നിങ്ങളുടെ അകമനുഷ്യനെ മാത്രം നിങ്ങൾ ജാഗരൂകരായിരിക്കുക. the book of 2 Corinthians chapter 4. 2 കൊരിന്ത്യർ 4:14. The outer man is being perished day by day, but the inner നമ്മുടെ man is being പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമെയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ആമേൻ. ഇന്ന് ശക്തി, നാളെ താഴോട്ട് പോവുക, അങ്ങനെയല്ല, നാൾക്ക് നാൾ ബലം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. റിഹഠക്ര ലബ്രഷി ഹഠക. ഹല്ലേലൂയ. Ephesians 2:10. എഫേസ്യർ 2:10. We are created in the image of God. നമ്മൾ ക്രിസ്തുവിന്റെ അതേ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ കൈപ്പണികളാകുന്നു. We are just like Christ. നമ്മൾ ക്രിസ്തുവിനെ പോലെയുള്ളവരാണ്. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, ഞാൻ ക്രിസ്തുവിനെ പോലെയാണ് ആയിരിക്കുന്നത്? പക്ഷേ ഈ ഒരു കാര്യം ജനങ്ങൾ അംഗീകരിക്കാറില്ല. ഞാനും അങ്ങനെയായിരുന്നു. പക്ഷെ വചനം പറയുന്നു, അവൻ എങ്ങനെയാണോ ആയിരിക്കുന്നത് അതുപോലെ 1 യോഹന്നാൻ 4:17 അവൻ ഇരിക്കുന്ന പോലെ നാമും ഈ ലോകത്തിലായിരിക്കുന്നു. But in this world, സ്വർഗത്തിലല്ല, ഈ ലോകത്തിൽ. ഹലോ റിഹഠക്രല പ്രഷിഹഠബ ശിഖരത്രലശ റിഹലലബ ശിഖരത്തെ. before we finish this session, നമ്മൾ ഈ സെഷൻ തീർക്കുന്നതിന് മുമ്പ് your miracle. നിങ്ങളുടെ അത്ഭുതം നമ്മൾ കാണാൻ പോവുകയാണ്. Everyone say, എല്ലാവരും പറഞ്ഞാട്ടെ, ക്രിസ്തു എങ്ങനെയാണ് ആയിരിക്കുന്ന പോലെ അതുപോലെ ഞാനും ഈ ലോകത്തായിരിക്കുന്നു. look at your outer man, നിങ്ങളുടെ പുറമെയുള്ള മനുഷ്യനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങളുടെ അകമനുഷ്യനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതാണ് ശരിയായ മനുഷ്യൻ, അതാണ് സ്വർഗീയ മനുഷ്യൻ, അതാണ് സൂപ്പർ നാച്ചുറൽ മനുഷ്യൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. this body is just like a rented house. ഈ ശരീരം എന്ന് പറയുന്നത് ഒരു വാടക വീട് പോലെയാണ്. നമ്മൾ ഇതിനകത്ത് താമസിക്കുന്നതേ ഉള്ളൂ. Here with a vocation, not on a vacation. ഇവിടെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഒരു പ്രത്യേകം പദ്ധതിക്ക് വന്നതാണ്, ഒരു പ്രത്യേകമായ കാര്യം ചെയ്യാൻ വന്നതാണ്. എന്താണ് ആ മിഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ യേശു ക്രിസ്തുവിനെ പോലെ ഈ ലോകത്ത് ജീവിക്കാൻ വന്നവരാണ്. നിങ്ങളുടെ ആത്മാവ് യേശു ക്രിസ്തുവിന്റെ അതേ ആത്മാവാണ്. ഹല്ലേലൂയ. So
So you are going to, as morning, Ezekiel was saying, ഇന്ന് രാവിലെ എസെക്കിയേൽ പറഞ്ഞു, നിങ്ങളുടെ അകമനുഷ്യൻ ഇതിന് കൂടുതലായി നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുക. അതാണ് പൗലോസ് 3 verse 16, എഫേസ്യർ 3:16 പറയുന്നത്. I'm being strengthened in the might of the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അകമയുള്ള എൻ്റെ മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു. നിങ്ങൾക്കൊരകമനുഷ്യനുണ്ട്, Real you അതാണ് ശരിയായ മനുഷ്യൻ, അതാണ് നിങ്ങൾ എന്ന് പറയുന്നത്. shall be impossible with you. അതാണ് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ അകമനുഷ്യൻ, നിങ്ങൾ എന്ന ശരിയായ മനുഷ്യൻ. നമ്മൾക്ക് അഭിഷേകം വരുന്നത് എവിടെയാണ്? നിങ്ങളുടെ അകമനുഷ്യനിൽ. പരിശുദ്ധാത്മ എവിടെയാണ് വരുന്നത്? നിങ്ങളുടെ അകമനുഷ്യനിൽ. നിങ്ങളുടെ സൗഖ്യമാക്കുന്ന ശക്തി എവിടെയാണ് വരുന്നത്? നിങ്ങളുടെ അകമനുഷ്യനിൽ. അതാണ് അന്ന് പറയുന്നത്, നിങ്ങളുടെ അകമനുഷ്യനിൽ എല്ലാ നദികളുമുണ്ട്. ആമേൻ. ആമേൻ. ഏതൻ തോട്ടത്തിലൊരു നദിയുണ്ട്, അവന് 4 തിരിഞ്ഞിരിക്കുന്നു. അവൻ എവിടേക്കാണോ നദി പോകുന്നത്? അവൻ ഒരു നദി എവിടെ പോകുന്നു അവിടെയെല്ലാം പൊന്നുണ്ടാകും. പൊന്ന് വിളയുന്ന സ്ഥലമാണ്, അവിടെ പൊന്ന് വിളയുന്ന സ്ഥലമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. Which river you want to? ഏത് നദിയാണ് നിങ്ങൾക്കിപ്പോൾ ഒഴുക്കുവാൻ ആഗ്രഹിക്കുന്നത്? ആ അഭിഷേക നദി നിങ്ങൾ ഇന്ന് പുറപ്പെടും. You are going to operate now your faith. Everyone say, I have ഇപ്പോൾ നമ്മൾ വിശ്വാസത്തിന്റെ നദി അവൻ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. പറഞ്ഞോട്ടെ, എനിക്ക് ആത്മാവിൽ വിശ്വാസമുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസം, അതാണ് എൻ്റെ ആത്മാവിലുള്ളത്. ഹല്ലേലൂയ. Can you speak in tongues? അന്യഭാഷയിൽ പ്രാർത്ഥിക്കാമോ? God Christ. ക്രിസ്തുവിലുള്ള അതേ വിശ്വാസമാണ് നമ്മൾ പകർന്നിരിക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവ് ക്രിസ്തുവിലുള്ള അതേ ആത്മാവിനെയാണ്. When we know that we have the faith of God, ദൈവത്തിലുള്ള വിശ്വാസം എന്നിലുണ്ടെന്ന് അറിയുമ്പോൾ, and when we know that we are just like Jesus, നമ്മൾ യേശുവിനെ പോലെയാണ് ഈ ലോകത്തെന്ന് അറിയുമ്പോൾ, നമ്മൾ ഇന്ന് ആ വിശ്വാസം പുറപ്പെടുവാൻ തുടങ്ങും. എത്ര പേർക്ക് നിങ്ങളുടെ വിശ്വാസത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ആദ്യം നിങ്ങൾക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് വേണ്ടത്. എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ, even the man who was just listening to the word of Paul, ആ വിശ്വാസം ഈ പൗലോസിന്റെ ഉപദേശം കേട്ട വ്യക്തിക്ക് വിശ്വാസം വന്നെങ്കിൽ, ആമേൻ. നോക്കുക, നിങ്ങൾക്ക് സൗഖ്യമാകണമെങ്കിൽ വിശ്വാസം വേണം, സൗഖ്യം കൊടുക്കണമെങ്കിൽ വിശ്വാസം വേണം. ആമേൻ. ആമേൻ. നിങ്ങൾക്ക് പണമുള്ളവരാകണമെങ്കിലും ധനികരാകണമെങ്കിൽ വിശ്വാസം വേണം, സൗഖ്യമാകണമെങ്കിൽ വിശ്വാസം വേണം. do you know one thing? What good news? ഒരു നല്ല സുവാർത്ത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സൗഖ്യദായകനായിരിക്കാൻ കഴിയും. That healeth me, O the Lord. ഇങ്ങനെ സൗഖ്യമാക്കുന്നവൻ അങ്ങാണ്. You send your word and he അങ്ങനെ വചനമയച്ച് എൻ്റെ എല്ലാ അസുഖങ്ങളെ സൗഖ്യമാക്കുന്നു. അതേ ദൈവമേ, അങ്ങന്റെ സൗഖ്യദായകനാണ്. Jesus would say, യേശു എന്ത് പറയും? I made you. ഞാൻ നിന്നെ സൗഖ്യദായകനാക്കി ഈ ലോകത്തിൽ നിന്നെ ഞാൻ അയച്ചിരിക്കുന്നു. സൗഖ്യം പറയും, നീയാണ് സൗഖ്യമാക്കുന്ന വ്യക്തി. എൻ്റെ പുത്രനെ, എൻ്റെ പുത്രിയെ, എൻ്റെ മകനെ, എൻ്റെ മകളെ, നീയാണ് ഈ രോഗമുള്ള തലമുറ, രോഗമുള്ള ഈ ലോകത്തിന് നീയാണ് സൗഖ്യദായകൻ. നീ പുറത്തു പോയി എല്ലാവരും സൗഖ്യമാക്കുമോ? അതേ ദൈവമേ, ഞാൻ സൗഖ്യമാക്കും. അതേ ദൈവമേ, ഞാൻ അങ്ങയുടെ ആത്മാവിനെ സൗഖ്യമാക്കും. എൻ്റെ ശക്തിയാലല്ല, എൻ്റെ കഴിവിനാലല്ല, പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ സൗഖ്യമാക്കും. The Lord is watching ദൈവം for us. നമ്മളെ നോക്കിയിരിക്കുന്നു, വളരെയധികമായി നമ്മളുടെ മുൻപിൽ I know. അവൻ കാത്തിരിക്കുന്നു. I speak. What do I speak? എന്താണോ ഞാൻ വിശ്വസിക്കുന്നത് അത് ഞാൻ സംസാരിക്കുമെന്ന് പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ജനത്തോട് സംസാരിക്കും, ഞാൻ ജനത്തോട് ജീവനെ പറ്റി സംസാരിക്കും, ഞാൻ അവരോട് സൗഖ്യത്തെ പറ്റി സംസാരിക്കും, ഞാൻ അത്ഭുതത്തെ പറ്റി സംസാരിക്കും, I speak resurrection. ഞാൻ ഉയർപ്പിനെ പറ്റി ജനങ്ങളോട് സംസാരിക്കും. Paul says in Romans chapter 9. പൗലോസ് റോമർ 8-9 മുതലുള്ള വചനത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ലയോ? The Spirit of God
or God who raised Jesus ക്രിസ്തുവിനെ മരിച്ചിരുന്ന് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് will also give life to the mortal bones, to raise അതേ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. spirit. This is the voice of God for you. റോമർ We 8:11 must rise up and do പറയട്ടെ, നിങ്ങളിലുള്ള ആത്മാവ് പരിശുദ്ധ നിറയപ്പെട്ട് നിങ്ങളിലൂടെ നിങ്ങൾ ഈ വലിയ വലിയ അത്ഭുതങ്ങളുടെ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളാണ് സൗഖ്യമാക്കുന്ന വ്യക്തി. എൻ്റെ മകനെ മകളെ എന്ന് ദൈവം പറയുന്നു, നിങ്ങളാണ് സൗഖ്യമാക്കുന്ന വ്യക്തി. ഓ ഈ രോഗം നിറഞ്ഞ ലോകത്തെ സൗഖ്യമാക്കുന്ന നിങ്ങളാണ്. നീ പോകുമോ? നീ പോയി രോഗികളെ നിങ്ങൾ പോയി സൗഖ്യമാക്കുമോ? എത്ര പേര് പറയും, അതേ ദൈവമേ ഞാൻ പോകും, ഞാൻ പോയി അങ്ങയിലൂടെ സൗഖ്യമാക്കും. yes, oh God, അതേ ദൈവമേ ഞാൻ പോകും, yes, oh God, അതേ ദൈവമേ I believe ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. ദൈവമേ you send your word. അങ്ങയുടെ വചനം എന്നോട് സംസാരിക്കുന്ന വചനം ഞാൻ അവരോട് സംസാരിക്കും. Father, right now I pray for all അപ്പ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും who come in such any kind of sickness. ആരെങ്കിലും ഇവിടെ അസുഖമായി വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ട്യൂമർ അവർക്കുണ്ടെങ്കിൽ, എന്തെങ്കിലും നെർവിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഞരമ്പ് സംബന്ധമായ പ്രശ്നമുണ്ടെങ്കിൽ, എന്തെങ്കിലും എല്ല് സംബന്ധ പ്രശ്നമുണ്ടെങ്കിൽ, ദൈവമേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ സംസാരിക്കുന്നു, സൗഖ്യമാകാം. ഓ അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. You are the Lord. ഓ അപ്പ അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കുന്ന സൗഖ്യദായകനാകുന്നു. Right now you see ഇപ്പോൾ അപ്പ അങ്ങയുടെ വചനത്തെ അയച്ച് അങ്ങ് സൗഖ്യമാക്കിയട്ടെ. ഇപ്പോൾ ദൈവനോട് പറയുകയാണ്, ഞാൻ എൻ്റെ വചനത്തെ എപ്പോഴും അയച്ചു കഴിഞ്ഞു. ആ വചനമാണ് യേശു ക്രിസ്തു. Jesus went to the cross. യേശു ക്രിസ്തു ക്രൂശിങ്കൽ മരണപ്പെട്ടു. അവൻ ആ ക്രൂശിൽ രക്തമൊഴുക്കി. All of his blood, അവന്റെ അവസാനത്തുള്ള രക്തവും ഊറ്റിക്കൊടുത്തു. drop of blood in the body. അവന്റെ ശരീരത്തിൽ ഇനി ഒരു തുള്ളി പോലും രക്തമില്ല. That stripes, ആ അടിപ്പിണരാൽ Jesus said, I have finished. അവൻ പറഞ്ഞു, ആ സമയത്ത് പറഞ്ഞു, ഞാൻ സകലം നിവർത്തിയാക്കിയിരിക്കുന്നു. God has finished. ഇതാ സകലം നിവർത്തിയായിരിക്കുന്നു. ദൈവം എന്തൊക്കെയാണോ അവൻ ചെയ്യാനുള്ളത് അവൻ സകലം ചെയ്തു കഴിഞ്ഞു. ഓ ആ ക്രൂശിംഗം ചെയ്തു കഴിഞ്ഞു. അവൻ പറഞ്ഞു, ഇതാ സകലം നിവർത്തിയായിരിക്കുന്നു, സകലം നിവർത്തിയായിരിക്കുന്നു. We are standing on the finished work. നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ നിവൃത്തിയായിരിക്കുന്ന And the miracle, അത്ഭുതത്തിന്റെ മുകളിലാണ്. hallelujah. Zablavote. ഓറി ബഠബറ ഷിഹഠബറ ലഷിഹഠബറ ലബ്ര സിഹഠക ഠികറബറ ഷിഹഠക. From your spirit, നിങ്ങളുടെ ആത്മാവിൽ ഇന്ന് പരിശുദ്ധാത്മാവ് the spirit of faith, അവിശ്വാസത്തിന്റെ what we are praying, ആമേൻ വിശ്വാസം നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ ഫാമിലികൾ, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ റിലേറ്റീവ്സ്, മിത്രാദികളിലേക്ക് ആ ഒരു സൗഖ്യദായകനായി നിങ്ങളുടെ ആത്മമനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്നു, പ്രവർത്തിപ്പിക്കുന്നു. ഹല്ലേലൂയ. how many of you are accepting? Yes. എത്ര പേർ സ്വീകരിക്കും? അതേ ദൈവമേ, ഞാനാണ് സൗഖ്യമാക്കുന്ന സൗഖ്യദായകൻ. ഞാൻ ഈ ലോകത്തിലെ രോഗികളെ സൗഖ്യമാക്കുവാൻ വേണ്ടി ഒരുക്കമാണ്. ഞാൻ അങ്ങിലൂടെ അവരെ സൗഖ്യമാക്കും. അങ്ങയുടെ ആത്മാവിനാൽ, അങ്ങയുടെ വിശ്വാസത്തിന്റെ ആത്മാവിനാൽ ഞാൻ സൗഖ്യമാക്കും. ഞാൻ വചനം സംസാരിക്കും, ഓ ജനങ്ങൾ സൗഖ്യമാകും. ഹല്ലേലൂയ. എത്ര പേർ ആ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയുന്നു? പരിശുദ്ധാത്മാവ് എന്നോടാണ് സംസാരിക്കുന്നത്. എത്ര പേർ പറയും? അത് എന്നോടും നിങ്ങളോടുമാണ് സംസാരിക്കുന്നത്. ദൈവം വളരെ സന്തോഷമുള്ളവനായിരിക്കുന്നു. All these people, കാരണം ഇവിടെ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളും അവൻ എഴുന്നേൽക്കാൻ പോവുകയാണ്. you got that anointing. നിങ്ങൾക്ക് അഭിഷേകമുണ്ട്, നിങ്ങൾക്ക് ആ ഒരു വിശ്വാസമുണ്ട്. The Lord spoke to Isaiah, യെശയ്യാവിനോട് ദൈവം പറഞ്ഞു, യെശയ്യാവേ, Israel, Jacob, ഇസ്രായേൽ the word. പൊഴുവായി നിനക്ക് തോന്നും, യാക്കോബേ, പക്ഷേ ഞാൻ നിന്നെ ഒരു മെതിവണ്ടിയാക്കി തീർക്കുന്നു. ഓ മൂർച്ചയുള്ളത്, പല്ലേറിയത്, ആമേൻ, അത് കുന്നുകളെ പതിർ പോലെ ആമേൻ പൊട്ടിച്ച് പാറ്റും. ആമേൻ, കാറ്റ് അതിനെ അടുപ്പിച്ച് കൊണ്ടുപോകും. അത് യേശു കർത്താവ് ക്രൂശിംഗം ചെയ്തു കഴിഞ്ഞു.
അവൻ പിശാചിനെ തകർത്ത് കളഞ്ഞു. അവൻ പിശാചിന്റെ എല്ലാ ശക്തിയെയും രോഗത്തിന്റെ ശക്തിയെയും തകർത്ത് കളഞ്ഞു. അതാണ് ലൂക്കോസ് 10:18-19-20 പറയുന്നത്. ശ്രദ്ധിക്കുക. ഞാൻ സാത്താൻ മിന്നൽ പോലെ താഴെ വീഴുന്നത് കണ്ടു. എത്ര പേർ മിന്നൽ താഴെ വീഴുന്നത് കണ്ടിട്ടുണ്ട്? മിന്നൽ കണ്ടവർ എത്ര പേരുണ്ട്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മിന്നൽ താഴെ സ്വർഗത്തിലേക്ക് പോകുന്ന കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ മിന്നൽ താഴെ വീഴുന്നുണ്ടോ? നോക്കുക. പിശാച് താഴെ വീണവനാണ്. രോഗം താഴെ വീണതാണ്. പിശാചിന്റെ എല്ലാ അധികാരങ്ങളും താഴെ വീണ് കഴിഞ്ഞതാണ്. ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. നിങ്ങൾ പാമ്പുകളെയും തേളുകളെയും ചവിട്ടും, സർപ്പങ്ങളെ മെതിച്ചു കളയും. യേശുവിന്റെ വിശ്വാസം എന്ന് പറഞ്ഞ തകർക്കുന്ന വിശ്വാസമാണ്. ഓ, അതൊരു മെതിവണ്ടിയാണ്. ഇന്ന് ദൈവത്തിന്റെ അധികാരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ദൈവം എല്ലാ പൈശാചിക ശക്തികളെയും, എല്ലാ രോഗത്തിന്റെ ശക്തികളെയും, എല്ലാ ബലഹീനതയുടെ ശക്തികളെയും തകർത്ത് കളയുന്നു. നിങ്ങൾ ഇന്നത് ചെയ്യുക. തകർക്കുന്ന ശക്തി. നിങ്ങളുടെ വിശ്വാസം ഒരു ബലഹീനമായ വിശ്വാസമല്ല. നിങ്ങളുടെ വിശ്വാസം വളരെ ശക്തിയേറിയ വിശ്വാസമാണ്. അതുകൊണ്ടാണ് യശയാവ് 41 പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളെ പല്ലേറിയതുമായ ശക്തിയുള്ള മെതിവണ്ടിയാക്കി വെച്ചിരിക്കുന്നത്. എന്താണത്? ആമേൻ. നിങ്ങൾ സംസാരിക്കുന്ന വചനമാണ് ആ ശക്തിയേറിയ മെതിവണ്ടി. ആമേൻ. നിങ്ങൾ ആ വചനം സംസാരിച്ചിട്ട് പറയുക, ക്യാൻസർ വിട്ടുപോവുക. ഉടനെ അത് വിട്ടുപോകും. ഞാൻ എപ്പോഴും ഞാൻ യൂട്യൂബിൽ കേട്ടൊരു സ്റ്റോറിയെ പറ്റി പലപ്പോഴും പറയാറുണ്ട്. അദ്ദേഹം തന്നെ സാക്ഷ്യം പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം ഒരു ഡോക്ടറുടെ അടുക്കൽ എപ്പോഴും പോകുന്ന ചെക്കപ്പിന് പോകാനിടയായി. അദ്ദേഹത്തിന് എല്ലിൽ ക്യാൻസർ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അത് ഡയഗ്നോസ് ചെയ്തപ്പോൾ ക്യാൻസർ. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് മറ്റൊരു സ്റ്റേറ്റിൽ പോയി, യുണൈറ്റഡ് സ്റ്റേറ്റിൽ പോയി. എന്നിട്ട് ഷോപ്പ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ? ഒരു ഷോപ്പ് ചെയ്യുന്ന കാര്യമോർത്ത് അദ്ദേഹം തിരിച്ചു വന്നു. വളരെ ശരീരത്തിൽ വേദന അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ചു വിട്ടുവന്നു. പക്ഷെ അദ്ദേഹം പിന്നെയും വചനമെടുത്ത് സംസാരിക്കാൻ തുടങ്ങി, പ്രഖ്യാപിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. പിന്നെയും ഡോക്ടറുടെ അടുക്കൽ കടന്നു ചെന്നു. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടർ ഒരു വലിയ സ്ക്രീനിൽ അദ്ദേഹം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു, ആരോ ഒന്ന് നിന്റെ ഉള്ളിൽ വസിക്കുന്നു. ഉടനെ പരിശുദ്ധാത്മ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നുള്ളത്? നോക്കുക, പരിശുദ്ധാത്മ നിങ്ങൾ പറയുകയാണ്, ഞാൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നു. ഞാൻ വിശ്വാസത്തിന്റെ ആത്മാവാണ്. ഞാൻ ഉയിർപ്പിന്റെ ആത്മാവാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ആദ്യം എനിക്ക് സൗഖ്യമാക്കാൻ കഴിയും. നിങ്ങൾ അടുത്തിരിക്കുന്നത് പറഞ്ഞോട്ടെ, നിങ്ങളാണ് സൗഖ്യമാക്കുന്ന വ്യക്തി. നിങ്ങളുടെ വീട്ടിലെ സൗഖ്യമാക്കുന്ന വ്യക്തികളാണ്. നിങ്ങളാണ് സൗഖ്യമാക്കുന്ന വ്യക്തി. നിങ്ങളുടെ സഭയിലുള്ള വിശ്വാസികളുടെ സൗഖ്യദായക നിങ്ങളാണ്. നിങ്ങൾ വചനം സംസാരിച്ചിട്ട് അങ്ങനെ പിശാച് നിങ്ങളെ വിട്ടോടിപ്പോകും. ജനങ്ങൾ സ്വീകരിക്കും. ആമേൻ. ആ ജനങ്ങൾ സൗഖ്യത്തെ സ്വീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വിശ്വാസം. ഓ, ക്രിസ്തുവിന്റെ ആത്മാവ് തകർക്കുന്ന ആത്മാവാണ്. നിങ്ങളുടെ ഭാര്യയല്ല, പിശാചിനെ. നിങ്ങൾ ഒരു ഗ്രാമത്തിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കാലിനടിയിൽ ഒരു ഇടിമുഴക്കം ഉണ്ടാക്കും. എന്താണെന്നറിയാമോ? പിശാചിന്റെ പദ്ധതികൾ തകരപ്പെടുന്നതിന്റെ ശബ്ദമാണത്.
Listen to me. Hallelujah. ഈ പാട്ടുപാടാൻ സമയമില്ല, എന്നെ ശ്രദ്ധിച്ചാട്ടെ. നിങ്ങൾക്കൊന്ന് ചിരിക്കാൻ കഴിയുമോ? Can you say yes, Lord? അതേ ദൈവമേ എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് എന്നിൽ പകർന്നിരിക്കുന്ന ആത്മാവ്, എൻ്റെ ആത്മാവ് ദൈവികമായ വിശ്വാസത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ആത്മമനുഷ്യൻ Your faith is a conquering faith. Faith will പിടിച്ചടക്കുന്ന ആത്മാവാണ്. ഒരിക്കലും നിങ്ങളുടെ വിശ്വാസം താഴെ വീഴുവാൻ കഴിയുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ വയലിൽ പുറപ്പെടുന്ന വചനം നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ നിറഞ്ഞു നിന്നിട്ട് നിങ്ങൾ വിശ്വാസം മാത്രം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ പറയും അയ്യോ നടക്കത്തില്ല. പക്ഷെ നിങ്ങൾ പറയണം ഇത് സാധ്യമാണ്. Your husband will say, no. നിങ്ങളുടെ ഹസ്ബൻഡ് പറയും ഇല്ല. അപ്പൊ നിങ്ങൾ അതേ എന്ന് പറയണം. The doctor has given the certificate. Hey, he's a man. He's not God. But ഡോക്ടർ പറയും something on inside. ഏയ് നിങ്ങളുടെ ഉള്ളിലൊരു മനുഷ്യൻ വസിക്കുന്നു. എക്സ്റേ കണ്ട ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ ഒരു മനുഷ്യൻ വസിക്കുന്നു. ഡോക്ടർ പറഞ്ഞത് ഓക്കെ ഫാക്റ്റ് ആണ്, പക്ഷേ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷേ അത് ശരിക്കും സത്യമാണ്. സത്യം ഒരിക്കലും മാറിപ്പോകത്തില്ല, പക്ഷെ കാര്യങ്ങൾ പലപ്പോഴും മാറിപ്പോകും. ഹല്ലേലൂയ. ഒരിക്കലും വചനം മാറിപ്പോവുകയില്ല. അടുത്തിരിക്കുന്നയാള് ജസ്റ്റ് ഒന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞേട്ടെ, ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറിപ്പോവുകയില്ല. You can never separate the word. നിങ്ങൾക്കൊരിക്കലും വചനത്തെയും ദൈവത്തെ മാറ്റുവാൻ കഴിയുകയില്ല. സെക്കൻഡ് എപ്പോഴും പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. God told him, നോർത്ത് ഇന്ത്യയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു you can never separate me and my word. നിനക്ക് ഒരിക്കലും എൻ്റെ വചനത്തെയും എന്നെയും തമ്മിൽ മാറ്റുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനം And God ദൈവവും put together. രണ്ടും ഒന്നായിരിക്കുന്നു. രണ്ടും ഒന്നാണ്. They are twin together. അവർ രണ്ടും ഒരുപോലെയാണ്. ഒരിക്കലും ദൈവത്തിന്റെ വചനത്തെ ദൈവത്തിൽ നിന്ന് എടുത്തു കളയാൻ കഴിയുകയില്ല. Because in the കാരണം ആദിയിൽ was വചനം ഉണ്ടായിരുന്നു. and the word was with വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. ആ വചനം Jesus ജഡമായി തീർന്നു. walking in Galilee, walking ആമേൻ. അവൻ ഗലീലയിൽ നടന്നു, യെരുശലേമിൽ നടന്നു, ശമര്യയിൽ നടന്നു. ഇപ്പോൾ അതേ വചനം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലും എന്റെ ഉള്ളിലും വസിക്കുന്നു. എവിടേക്കാണോ നമ്മൾ നടക്കുന്നത് അവിടെയെല്ലാം വചനം നടക്കുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ വചനം സംസാരിക്കുന്നു. ആ ശക്തിയാണ് വചനത്തിലുള്ളത്. That's why Paul says, please അതുകൊണ്ടാണ് പൗലോസ് എപ്പോഴും ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, വിശ്വാസം മാത്രം സംസാരിക്കുക, തിരുവെഴുത്ത് മാത്രം സംസാരിക്കുക, പോസിറ്റീവ് മാത്രം സംസാരിക്കുക, നിങ്ങളുടെ ഭാവിയെ പറ്റി നല്ലത് മാത്രം സംസാരിക്കുക, ഒരു നെഗറ്റീവ് വേർഡ് സംസാരിക്കരുത്. പറഞ്ഞോട്ടെ, നെഗറ്റീവ് വേർഡ് പറയരുത്. no. അയ്യോ എനിക്ക് വയസ്സായി എന്ന് പറയരുത്. ഞാൻ ചെറുപ്പമായി വരികയാണ്. My youth is renewed. എൻ്റെ യൗവന ശക്തി കഴുകനെ പോലെ പുതുക്കപ്പെടുകയാണ്. എന്തുകൊണ്ട്? കാരണം ഞാൻ ദൈവത്തിന് മുമ്പിൽ ആമേൻ കാത്തിരിക്കുന്നു. യഹോവയുടെ മുമ്പിൽ കാത്തിരിക്കുന്നവർ കഴുകനെ പോലെ ചിറകടിച്ച് പറക്കും. ആമേൻ. Your healing is in your word. നിങ്ങളുടെ സൗഖ്യം നിങ്ങളുടെ വായിലാണുള്ളത്. പറഞ്ഞാട്ടെ, അടുത്തിരിക്കുന്നവർ പറഞ്ഞാട്ടെ, നിങ്ങളുടെ സൗഖ്യം, നിങ്ങളുടെ അത്ഭുതം, നിങ്ങളുടെ ഭാവി നിങ്ങളുടെ നാവിലാണ് ഇരിക്കുന്നത്. That's why അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 34 പറയുന്നത്, 12 മുതൽ നമുക്ക് വായിക്കാൻ കഴിയും. longs for a long life. ദീർഘായുസ്സിനെ ആഗ്രഹിക്കുന്നവൻ അവൻ തന്റെ അധരത്തെ അടക്കിക്കൊള്ളട്ടെ. പാപത്തിലും തന്റെ അധരത്തെ അടക്കിക്കൊള്ളട്ടെ. ആരെങ്കിലും പറ്റി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ജനങ്ങൾക്ക് ഇഷ്ടമാണല്ലേ? ഹല്ലേലൂയ. You want to talk? നിങ്ങൾ സംസാരിക്കണമെങ്കിൽ ഭാവി പറ്റി പറയുക, തിരുവെഴുത്തെ പറ്റി പറയുക, പോസിറ്റീവ് കാര്യങ്ങൾ പറയുക. ഹല്ലേലൂയ. Everyone say, I'm healed. പറഞ്ഞാട്ടെ, ഞാൻ സൗഖ്യമാക്കിയിരിക്കുന്നു. Amen. ഹല്ലേലൂയ. Doctor say, you will die in 6 months. ഡോക്ടർ പറയും 6 മാസം കൊണ്ട് നിങ്ങൾ മരിക്കും. പക്ഷെ നിങ്ങൾ പറയുക, ഞാൻ 90 വയസ്സ് അല്ല 100 വയസ്സിന് മുകളിൽ ഞാൻ പ്രായമുള്ളവനായിരിക്കും, ആരോഗ്യമുള്ളവനായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ടെന്നാൽ വചനം പറയുന്നു, ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അവനായിരിക്കുന്നു. ഒരു മനുഷ്യൻ അവൻ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് അവൻ്റെ ജീവിതമായിരിക്കുന്നത്. അവൻ എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ തന്നെയാണ് അവനായിരിക്കുന്നത്. അവൻ ആകുന്നത് പോലെ അവൻ ജീവിക്കുന്നു.
You have the spirit of Christ. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ This is the ആത്മാവാണുള്ളത്. spirit of resurrection. നോക്കുക, ഈ ആത്മാവ് ഉയർപ്പിന്റെ ആത്മാവാണ്, വിശ്വാസത്തിന്റെ ആത്മാവാണ്. ദൈവം I want to tell you. See, God said, told Moses, ദൈവം കാലേബിനെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാം, മോശയോട് ദൈവം പറഞ്ഞു, Caleb from the tribe of Judah. നീ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ജനത്തെ തിരഞ്ഞെടുക്കുക. കാലേബ്, യോശുവ ഇവർ രണ്ടുപേരും വരികയാണ്. Spy out the land. ഇവർ രണ്ടുപേരും ലാൻഡിൽ കാനാൻ ദേശം ഉറ്റുനോക്കുവാൻ പോകുവാൻ പറഞ്ഞു. Till 14th chapter verse. If you read in the first word, നിങ്ങൾ God said, "Tell them to നോക്കുകയാണെങ്കിൽ spy out the land that I am giving." God has decided to give you something today. ദൈവം ചില കാര്യങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ God has ഏൽപ്പിക്കാൻ already ആഗ്രഹിക്കുന്നു. decided to give you the supernatural life in your future ദൈവം- today, every day. God is willing ദൈവം ചില കാര്യങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ തരുവാൻ ആഗ്രഹിക്കുന്നു. to heal, സൗഖ്യം തരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ willing to lift and വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. And all the leaders came, they with the witness of Pavitrumas, a cluster of grapes which weighed, people say, 90 kgs. What could not carry so? അവർ കാനാൻ ദേശം ഉറ്റുനോക്കി വരുന്ന വഴിക്ക് ഒരു മുന്തിരിക്കുല അവർ കൊണ്ടുവന്നത് 2 പേർ ഒരു വടിയിൽ കെട്ടി ചുമന്നുകൊണ്ട് വരണമായിരുന്നു. അതുപോലെ വലുതായിരുന്നു. It's a good land. അവൻ പലരും പോയി കണ്ടു. അതേ പാലും തേനുമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ അവിടെ വീരന്മാരുണ്ട്, നമുക്കവിടെ പോകാൻ കഴിയുകയില്ല. അപ്പോൾ കാലേബും ജോഷും വരികയാണ്. ഹലോ ഹലോ ഹലോ, ഞങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, Immediately നമുക്ക് ഉടനെ തന്നെ പോയി ആ ദേശം പിടിച്ചടക്കാൻ കഴിയും. that began the problem. അവിടെയാണ് പ്രശ്നമുണ്ടായത്. Person said, 2 പേർ പറയുന്നു, അതേ ദൈവമേ, അതേ ദൈവമേ എന്ന് പറയുന്നു. and the 10 people say, 10 പേർ പറയുന്നു, ഇല്ല ദൈവമേ, ഇല്ല ദൈവമേ, ഇല്ല ദൈവമേ, ഇല്ല ദൈവമേ എന്ന് പറയുന്നു. and all the people say, no, we can't go, we cannot possess. ഇല്ല, ഞങ്ങൾക്ക് പിടിച്ചടക്കാൻ കഴിയുകയില്ല. We can possess. It is healed. See, please listen to me. What the word says, we must do. വചനം പറയുന്നത് എന്താണോ അത് നമ്മൾ You may be a poor person now, but the word of God says, my God shall supply. വചനം എന്ത് പറയുന്നു അതാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയേണ്ടത്, എൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തുന്ന ദൈവമാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. It can become rich. Which word? നിങ്ങൾ പറയുന്നത് എന്താണോ അതാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പാവമായിരിക്കണം എന്നുള്ളതാണോ, നിങ്ങൾക്ക് ധനികരായിരിക്കണം എന്നുള്ളതാണോ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്? You want money? നിങ്ങൾക്ക് പണം ആവശ്യമാണോ? അതെ, ദൈവം എല്ലാവർക്കും ആവശ്യമാണ്. നിങ്ങൾക്കത് വിശ്വസിക്കണോ? വേണ്ട. These 10 people said, 10 പേർ പറഞ്ഞു, ഇല്ല ഇല്ല, ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റില്ല. we saw giant, the generations from Anak. They were അവിടെ വീരന്മാരുണ്ട്, giants. അവർ വളരെ ശക്തരാണ്. അവരുടെ മുമ്പിൽ നമ്മൾ വീട്ടിൽ പോലെയാണ് ഇരിക്കുന്നത്. See, they did not give certificate. You are all looking like grassroots. പക്ഷെ അവരാരും അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. പക്ഷെ ഈ 10 പേർ പോയിട്ട് അവരെ കണ്ട് ഭയന്ന്, ആ പ്രശ്നത്തെ കണ്ട്, ആ മലയെ കണ്ട്, ആ രോഗത്തെ കണ്ട് ഭയന്ന് പറയുകയാണ്. എന്തെങ്കിലും ഇപ്പോൾ കാണുന്ന കണ്ടീഷനെ കണ്ട് പറയുകയാണ്. Doctor's report. ആ ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് കണ്ട് പറയുകയാണ്. But God's Isaiah chapter 51 says, നമ്മളതിന്റെ മുമ്പിൽ വീട്ടിൽ പോലെയാണ് ഇരിക്കുന്നത്. whose report shall we believe? We shall believe the report of the Lord. നമ്മൾ ദൈവത്തിന്റെ റിപ്പോർട്ടാണ് വിശ്വസിക്കേണ്ടത്. We cannot go. ഈ 10 പേർ പറഞ്ഞില്ല, ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല, ഞങ്ങൾ അവരുടെ മുമ്പിൽ വിട്ടിലിനെ പോലെ ഇരിക്കുന്നു. It's devours its people. ആ ലാൻഡിലുള്ളവർ നമ്മളെ വിഴുങ്ങിക്കളെ ശക്തി ഉള്ളവരാണ്. It devours its people now. But പക്ഷേ Caleb said, കലെ പറഞ്ഞു, but these people started crying, lamenting, murmuring throughout the night. Caleb said, കാലെ പറഞ്ഞു, greet the Lord. Just ഓ ദൈവത്തെ ദുഃഖിപ്പിക്കരുത്, ഓ ദൈവം നമ്മളോട് കൂടെയുണ്ട്. take us into the land which he promised to our fathers. ദൈവം നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഇടത്ത് ദൈവം നമ്മളെ കൊണ്ടുപോയിരിക്കും. You are going to enjoy the promised land.
I'm not talking about നിങ്ങൾ Canaan. പ്രോമിസ് ലാൻഡിലേക്ക് പോകാൻ സന്തോഷമായിരിക്കുകയാണോ അതിനെ പറ്റിയാണോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് നിങ്ങളുടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇതിനെ പറ്റിയാണ്. Will take me into the miracle realm. He will make me enjoy it. ആമേൻ. നിങ്ങളെ അത്ഭുതത്തിന്റെ മണ്ഡലത്തിലേക്ക് ദൈവം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ ആസ്വദിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. And people are crying. And God it right. The word was done. And he said, see, how long can I bear with these people? How long will they unbelieve? Numbers 14:27. And 20 in the verse 24 he said, before that he said, no people will enjoy this inheritance of possession. They will not go into the promised land because they cried. സംഖ്യാപുസ്തകം 14-ാം അധ്യായം. See, we lose our joy, we lose our blessings by unbelief. അവിശ്വാസത്താൽ, പിറുപിറുപ്പിനാൽ ഒരിക്കലും നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടമാകുവാൻ ഇടയാകരുത്. അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ആവശ്യമാണ്. ഒരിക്കലും അവിശ്വാസം പറയരുത്. പറഞ്ഞാട്ടെ. Hello? No more unbelief. ഇനിമേൽ അവിശ്വാസമില്ല, No more crying. ഇനിമേൽ കരച്ചിലില്ല, ഇനിമേൽ നിലവിളിയില്ല, No more murmuring. ഇനിമേൽ No more murmuring. പിറുപിറുപ്പില്ല. And God said, ദൈവം പറഞ്ഞു, my servant Caleb, പക്ഷേ because he has a different spirit in him. Somebody shout and say, hey, I got a different ദൈവം പറഞ്ഞു, കാലേബിന് അവനൊരു പ്രത്യേകമായ വിശ്വാസമാണുള്ളത്. പറഞ്ഞാട്ടെ, എനിക്കൊരു പ്രത്യേകമായ ഒരു ആത്മാവാണുള്ളത്. ഏത് തരത്തിലുള്ള ആത്മാവാണുള്ളത്? ആമേൻ. വിശ്വാസത്തിന്റെ ആത്മാവ്. ആമേൻ. ഉയിർപ്പിന്റെ ആത്മാവ്. because my servant has a different spirit. He and his children will enjoy. നമ്മൾക്ക് പ്രത്യേകമായ ദൈവത്തിന്റെ I got a different spirit. ദൈവികമായ ആത്മാവുള്ളതുകൊണ്ട്, ആമേൻ, അങ്ങയുടെ ആത്മമനുഷ്യനായതുകൊണ്ട്, ആമേൻ, ഞാൻ ഈ അനുഗ്രഹങ്ങളെ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് നിശബ്ദമായിരിക്കുന്ന വിശ്വാസമല്ല. ആമേൻ. വളരെയധികമായി ആക്റ്റീവായ വിശ്വാസമാണ്. Chapter 3 verse 76. There's a time to keep silence. ആമേൻ. സഭാപ്രസംഗിയിൽ ഒരു വചനമുണ്ട്. ആമേൻ. സംസാരിക്കുന്ന ഒരു കാലം, മിണ്ടാതിരിക്കുന്ന ഒരു കാലം. ആമേൻ. ചില സമയത്ത് വിശ്വാസം ചില സമയത്ത് ഉറങ്ങുന്ന പോലെ തോന്നും. അവൻ ഒരിക്കൽ വിശ്വാസം ഒരു പടകിൽ ഉറങ്ങുകയായിരുന്നു. Read in the book of Matthew chapter 8 verse 23 to 27. മത്തായി 8-ാം അധ്യായം, And also Luke 8 22 to 25. ലൂക്കോസ്. See, Jesus was traveling in the boat. യേശു കർത്താവ് പടകിൽ പോകുന്നു, ശിഷ്യന്മാരോടൊപ്പം പടകിൽ പോകുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയും. Suddenly there arose a tempest. പെട്ടെന്ന് അവിടെ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകുന്നത് നമ്മൾ കാണാനിടയായി. Filling the boat. പെട്ടെന്ന് പടകിനെ വെള്ളം നിറയ്ക്കുവാൻ തുടങ്ങി. Hello? Is water filling your boat? ഇങ്ങനെ കൊടുങ്കാറ്റടിച്ച് നിങ്ങളുടെ പടകിൽ വെള്ളം നിറയുന്നുണ്ടോ? പക്ഷേ അവിടെ യേശുവുണ്ട്. Jesus was sleeping because he was in the physical body. Now he is not sleeping. യേശു കർത്താവ് ഉറങ്ങുകയായിരുന്നു. കാരണം അന്ന് യേശു കർത്താവ് Suddenly there came ശരീരത്തിലാണ് അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ യേശു കർത്താവ് അങ്ങനെ ആത്മാവാണ് ഇരിക്കുന്നത്. they started അന്ന് ശിഷ്യന്മാർ കരയുവാൻ തുടങ്ങി, Jesus. യേശുവിനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. യേശുവേ, എഴുന്നേറ്റട്ടെ, We are dying. ഓ ഞങ്ങൾ മരിക്കുകയാണ്. Jesus യേശു was awake. എഴുന്നേറ്റു. And he stood up. അവൻ എഴുന്നേറ്റിരുന്നു. Before he rebuked the wind, he ആ കാറ്റിനെ ശാസിക്കുന്നതിന് മുമ്പ് ആദ്യ ശിഷ്യന്മാരെയാണ് യേശു കർത്താവ് ശാസിച്ചത്. നിന്റെ വിശ്വാസം എവിടെ? was silent. At that time, you must become violent. ഞാൻ Your faith is a violent. ഉറങ്ങുകയായിരുന്നു. അതെ, യേശു കർത്താവ് ഉറങ്ങുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വയലന്റ് ആകണം. Hallelujah. ഹല്ലേലൂയ. Then he rebuked. Hey, കർത്താവ് sea, ശാസിച്ചു, I am here. കടലെ ഞാൻ ഇവിടെ ഇരിക്കുന്നു, കാറ്റെ അടങ്ങുക. നോക്കുക, ഇങ്ങനെയുള്ള സാധാരണമായ മണ്ഡലത്തിൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾക്ക് കുട്ടികളെ മേൽ അധികാരമുണ്ട്. If something is wrong, എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്മേൽ സംസാരിക്കണം. നിങ്ങൾക്ക് പ്രകൃതിമേൽ അധികാരമുണ്ട്. കടലിന്മേൽ, ഓ കടലെ അടങ്ങുക, let there be peace. ഓ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു.
It was totally awesome peace. പരിപൂർണമായി ആമേൻ അവിടെ ശാന്തത വന്നു. Who can this be? Even to the waves and sea he commands. അവൻ കടലിനോട് തിരമാലകളോട് സംസാരിക്കുന്നു, അതുടനെ അവൻ അനുസരിക്കുന്നു. പറയട്ടെ, ഈ വിശ്വാസമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. നിങ്ങൾക്കും ക്യാൻസറിനോട് മാറും, നിങ്ങൾ കമാൻഡ് ചെയ്യാം. ആ അത്ഭുതം നടക്കുവാൻ വേണ്ടി സംസാരിക്കാം. നിങ്ങൾ സാധാരണമായ ഒരു പാത്രമല്ല, നിങ്ങൾ സൂപ്പർ നാച്ചുറൽ വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. കാരണം നിങ്ങൾ ആരാധിക്കുന്ന ദൈവം സൂപ്പർ നാച്ചുറൽ ദൈവമാണ്. ആമേൻ. ഈ സമയം നിങ്ങൾ എഴുന്നേൽക്കേണ്ട സമയമാണ്. പിശാചേ, നീ വിട്ടുമാറുക. രോഗമേ, നീ വിട്ടുമാറുക. ഇത് നിന്റെ സ്ഥലമല്ല. നീ വന്നിരിക്കുന്നത് ഒരു തെറ്റായ സ്ഥലത്താണ്. നീ ഇപ്പോൾ തന്നെ വിട്ടുമാറുക എന്ന് പറയുക. മത്തായി 11:12 പറയുന്നു, ദൈവരാജ്യം ബലാത്കാരികൾ പിടിച്ചടക്കുന്നു. ദൈവരാജ്യം ബലാത്കാരികൾ പിടിച്ചടക്കുന്നു. Who are wise, who are violent, take it by force. Sometimes you have to take your blessing by force. സർ, പല സമയത്തും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ബലാത്കാരം പിടിച്ചടക്കേണ്ടി വരും. Take it by force. അതിനെ ബലാത്കാരത്തോടു കൂടി നിങ്ങൾ പിടിച്ചടക്കട്ടെ. നിങ്ങൾ ദാവീദിനെ പോലെ ആയിരിക്കണം. Snatching the lamb from the mouth of a lion. ആമേൻ. സിംഹത്തിന്റെ വായിൽ നിന്ന് ആ ആട്ടിൻകുട്ടി പിടിച്ചെടുത്തതുപോലെ നിങ്ങൾ അനുഗ്രഹത്തെ പിടിച്ചെടുക്കേണ്ടി വരും. ഡോക്ടർ പറഞ്ഞു 3 മാസം കൊണ്ട് അവർ മരിക്കും, ഞാൻ എന്ത് ചെയ്യും? ഞങ്ങൾ പ്രാർത്ഥിക്കാം. അല്ല, ഡോക്ടർ പറഞ്ഞു, പക്ഷെ എന്റെ ദൈവം പറയുന്നു അവൻ ജീവിച്ചിരിക്കും. ആമേൻ. മരിക്കുകയില്ല. ഞാൻ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കും. മരിക്കുകയില്ല. സങ്കീർത്തനം 118:17. ഞാൻ മരിക്കുകയില്ല, പക്ഷെ ഞാൻ ജീവനോടിരിക്കും. എന്തിന്? ഞാൻ ദൈവത്തിന്റെ വചനങ്ങളെ വർണ്ണിക്കുവാൻ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? നിങ്ങൾ ആത്മമനുഷ്യരാണ്. അങ്ങനെയുള്ള ആത്മാവ്, അതാണ് നിങ്ങൾ. നിങ്ങൾ അടുത്തിരിക്കുന്നുണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞേട്ടെ, ഞാൻ നിങ്ങളെ നോക്കി ഭയപ്പെടുന്നു. കാരണം വലിയ വലിയ മിറക്കിൾ വർക്കർ എൻ്റെ അടുത്ത് ഇരിക്കുന്നു. ഞാൻ ഭയപ്പെടുന്നില്ല, കാരണം ദൈവം വലിയ അത്ഭുതങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനെ നോക്കിക്കൊണ്ട് ഭയപ്പെടുന്ന ഒന്നല്ല, പക്ഷെ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ വിശ്വസ്ത കാണുകയാണ്. കാലേബ് അവൻ തന്റെ ആത്മീയ കണ്ണുകൾ തുറന്ന്, വിശ്വാസ കണ്ണുകൾ തുറന്ന് അവൻ കണ്ടു. വിശ്വാസം സംസാരിക്കുന്നു, വ്യത്യസ്തമായി സംസാരിക്കുന്നു. പക്ഷേ ഇത് മനസ്സ് സ്വീകരിക്കണമെന്ന്. മനസ്സ് സ്വീകരിക്കുന്നോ ഇല്ലയോ, പക്ഷേ നിങ്ങളുടെ ആത്മമനുഷ്യൻ സംസാരിക്കും. അവൻ എന്താണോ കാണുന്നത് അവൻ സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവിൽ എന്തെങ്കിലും സംഭവിക്കും, നിങ്ങൾ അറിയുന്നോ? എന്താണ്? ആമേൻ. ബലാത്കാരിയായി എഴുന്നേൽക്കുക. വിശ്വാസമുള്ള സാധാരണ വിശ്വാസിയായിട്ടിരിക്കാനല്ല പറയുന്നത്, ബലാത്കാരേണ ചിലത് പിടിച്ചടക്കുന്ന വിശ്വാസി. ആമേൻ. വിശ്വാസത്തിൽ ശക്തിയോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തി. വിശ്വാസം എന്ന് പറയുന്നത് ഒരു വലിയ ജയമാണ്. അതൊരിക്കലും താഴെ വീഴുവാൻ കഴിയുകയില്ല, പരാജയപ്പെടാൻ കഴിയുകയില്ല. ദൈവം പറയും, നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ട്, ഞാൻ എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസം നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ദൈവത്തിന് നേരെ നിങ്ങൾ പാപം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വിശ്വാസം അത് ദൈവം തന്നതാണ്, ദൈവത്തിൻ്റെതാണ്. നമ്മൾ ഉപയോഗിക്കണം. നിങ്ങൾ ഉപയോഗിക്കുമോ? ഇന്ന് മുതൽ നിങ്ങൾ ഉപയോഗിക്കുക. ഹല്ലേലൂയ. ദൈവനാമത്തിന്റെ മഹത്വം. എന്റെ ആത്മാവ് പറഞ്ഞാട്ടെ, എന്റെ ആത്മാവ്, എന്റെ വിശ്വാസം ക്രിസ്തുവിന്റെ അതേ വിശ്വാസമാണ്. തകർക്കുന്ന വിശ്വാസമാണ്. എല്ലാ പാപത്തിന്റെ ശക്തിയും തകർക്കുന്ന വിശ്വാസമാണ്. ഹല്ലേലൂയ. അത് ഉയർപ്പിന്റെ ശക്തിയാണ്. അത് ജീവൻ നൽകുന്ന വിശ്വാസമാണ്. ആമേൻ. ദൈവം കാലേബിൽ വളരെയധികമായി
ആമേൻ അവൻ പ്രസാദിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ നിയമത്തിൽ ദൈവം നമ്മളിന്മേൽ വലിയ വിശ്വാസം പകർന്നിരിക്കുന്നു. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ ആ വിശ്വാസം ഉപയോഗിക്കാൻ റെഡിയാണോ? ഹല്ലേലൂയ. നിങ്ങൾ ഈ സ്ഥലത്ത് പോകുന്നതിന് മുൻപേ നിങ്ങൾ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുടെ വിശ്വാസം ആമൻ ഒരു വലിയ മെതിവണ്ടി പോലെയാണ്. ആമൻ സകലത്തെയും മെതിച്ച് പൊട്ടിക്കുന്ന ഒരു മെതിവണ്ടി പോലെയാണ്. ദൈവം ആ വിശ്വാസത്താൽ നിങ്ങളെ നിറച്ചിരിക്കുന്നു. എന്താ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിക്കുവാൻ കഴിയുകയില്ലെന്ന് ദൈവവചനം പറയുന്നു. വിശ്വാസം എന്ന് പറഞ്ഞ ജയമാണ്, ജയത്തിന്റെ വിശ്വാസമാണ്. വിശ്വാസം എന്നത് പിടിച്ചടക്കുന്നതാണ്, ജയത്തിന്റെ വിശ്വാസമാണ്. എബ്രായർ 11:33-34-35 കാണുകയാണെങ്കിൽ അവിടെ ഒരു വലിയ ബലാത്കാരേണ ചില കാര്യങ്ങൾ ചെയ്ത വിശ്വാസികളുടെ ചരിത്രം കാണാൻ കഴിയും. അവിടെ ശദ്രക്, മേശക്, അബേദ്നഗോ എന്ന വ്യക്തികളെ കാണാൻ കഴിയും. ദാനിയേൽ 3-ാം അധ്യായം. നെബൂഖദ്നേസറിന്റെ ഓർഡർ അവൻ വിഗ്രഹത്തെ ആരാധിക്കണമെന്നുള്ളതിനെ അവർ അനുസരിക്കാനിടയായില്ല. കാരണം അവർ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് അവർ തീച്ചൂളൽ എറിയുവാനിടയായി. പക്ഷേ ദൈവവചനം പറയുന്നു, ഞങ്ങൾ ഈ സ്തംഭത്തെ, ഈ ബിംബത്തെ വണങ്ങുകയില്ല. ദൈവം ഞങ്ങളെ ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കും. ഇനി അവൻ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ വണങ്ങുകയില്ല. ദൈവം ഞങ്ങളെ വിടുവിക്കും. പക്ഷെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തെ വണങ്ങുകയില്ല. ഞങ്ങൾ ഈ രോഗത്തെ വണങ്ങുകയില്ല. ഞങ്ങൾ ഈ ശത്രുവിന്റെ പദ്ധതിക്ക് കീഴ്പ്പെടുകയില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വിശ്വാസം അത് വളരെ വയലന്റായ വിശ്വാസമാണ്. അവർ തീയുടെ ബലം കെടുത്തി, പക്ഷെ ദൈവം അവിടെ ഉണ്ടായിരുന്നു. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ അവിടെ ഉണ്ടായിരുന്നു. ആ തീ അണഞ്ഞുപോയി. അത് വളരെ തണുപ്പ് നിറഞ്ഞൊരു സ്ഥലമായി, ഈ ലോകത്തിലുള്ള ഏറ്റവും തണുപ്പുള്ള സ്ഥലമായി മാറി. നിങ്ങൾ ആ വിശ്വാസത്തെ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അത്ഭുതകരമായ കാര്യങ്ങൾ കാണാൻ കഴിയും. നമ്മുടെ വിശ്വാസം നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ്. എവിടെയാണ് നിങ്ങളുടെ വിശ്വാസം എന്ന് അതാണ് ദൈവം ചോദിക്കുന്നത്. നിന്റെ പോക്കറ്റിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഉപയോഗിക്കുക. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ടീ ബ്രേക്കിന് പോകുമ്പോൾ ചില ആൾക്കാർ പണം ഉപയോഗിക്കുന്നത് കാണാറില്ല. അവർ പോക്കറ്റിൽ കൈയിടുന്നത് കാണാറില്ല. അവർ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യും. അവരുടെ ഫ്രണ്ട്സ് പണം അടയ്ക്കും. നിങ്ങൾ നിങ്ങളുടെ പണം നിങ്ങളുടെ പോക്കറ്റിൽ എടുക്കുക. അതായത് നിങ്ങളുടെ വിശ്വാസത്തെ എടുക്കുക. അത് യേശുവിന്റെ നാമത്തിൽ ഉപയോഗിക്കുക. റെഡിയാണോ? ഹല്ലേലൂയ. പറയട്ടെ, നിങ്ങളുടെ വിശ്വാസത്തിന് മുമ്പിൽ എല്ലാം വന്ന് വണങ്ങേണ്ടത് ആവശ്യമാണ്. എന്ത് രോഗമായാലും, എന്ത് തരം പിശാചാണെങ്കിലും അത് നിങ്ങളുടെ മുമ്പിൽ വന്ന് വണങ്ങേണ്ടത് ആവശ്യമാണ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്നൊരു വലിയ ടെസ്റ്റിമണി നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അസുഖങ്ങൾ എല്ലാം ഇപ്പോൾ അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. ക്രൂശിങ്കൽ അപ്രത്യക്ഷമായ എല്ലാ അസുഖങ്ങളും ഇപ്പോൾ തന്നെ നിങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ വിശ്വാസത്തെ ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്താട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. Ruhana Shiba Rabarasi Harabalashi Harabarasi Hati Karabalashiha
that healed me. You are the Lord, my healer. You say the word and heal my disease. You are the Lord, my healer. Can you just lift your hands and say? നിങ്ങളുടെ കരമുയർത്തി പറയാമോ, എന്നെ സൗഖ്യമാക്കുന്ന ദൈവം അത് അങ്ങാണ്. അതേ ദൈവമേ, എന്നെ സൗഖ്യമാക്കുന്ന ദൈവം അത് അങ്ങാണ്. You said your word and heal my disease. You are the Lord. എന്നെ ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ ക്രിസ്തുവിനെ പോലെയാണ്. നിങ്ങളുടെ വിശ്വാസം ക്രിസ്തുവിന്റെ വിശ്വാസമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല. Somebody gives you money to use, will you worry about it? നിങ്ങൾക്ക് ആരെങ്കിലും പണം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഓ, എനിക്കത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് വിചാരിക്കാറുണ്ടോ? ഇല്ല, നിങ്ങളത് ആസ്വദിക്കും. ഞാൻ പറയട്ടെ, ഇതുപോലെ ദൈവം വിശ്വാസം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അത് ഉപയോഗിക്കാനുള്ളതാണ്, അത് ആസ്വദിക്കാനുള്ളതാണ്. ആ വിശ്വാസം എന്ന സമ്മാനം നിങ്ങൾ ഉപയോഗിക്കുക. അത് നടക്കും. നിങ്ങൾ ഒരു ഫാൻ അല്ലെങ്കിൽ ഒരു ബൾബിന്റെ സ്വിച്ച് നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കും, ഇല്ലേ? അതുപോലെ ഇത് പ്രവർത്തിക്കും. നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തിയുള്ള വിശ്വാസമാണ്. നിങ്ങളുടെ വിശ്വാസം പ്രവർത്തിക്കുന്ന വിശ്വാസമാണ്. നിങ്ങളുടെ അനോയിന്റിങ് അഭിഷേകം പ്രവർത്തിക്കുന്ന അഭിഷേകമാണ്. ഇന്ന് ദൈവം പറയുന്നു, നിങ്ങളാണ് സൗഖ്യമാക്കുന്ന സൗഖ്യദായകൻ. Will you go and heal the sick people? Yes, നിങ്ങൾ പുറത്ത് പോയി സൗഖ്യമാക്കുന്നു. പറഞ്ഞാട്ടെ, അതെ, ഞാൻ പോകാം, ഞാൻ സൗഖ്യമാക്കാം. പിതാവേ നന്ദി, കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദിയപ്പാ. ഓ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദിയപ്പാ. ഓ റീഹാരബല ഷിബ്രസേദ്രേബ. ഓ പരിശുദ്ധാത്മാവേ, ആരെങ്കിലും അസുഖമായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവേ, ഇന്ന് അങ്ങയുടെ സമയമാണ്. ഇന്ന് ദൈവം പറയുന്നു, നിങ്ങൾ പറയുക, അവരെ സൗഖ്യമാക്കുക. എന്നെ ശ്രദ്ധിച്ചാട്ടെ, ഞാൻ രോഗികൾക്ക് വേണ്ടി സൗഖ്യമാക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാക്കുന്നവരാകാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തെങ്കിലും ക്യാൻസറോ മുഴയോ ഉണ്ടെങ്കിൽ, ആദ്യത്തെ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. അങ്ങനെ ക്രൂശിൽ സൗഖ്യമാക്കി അങ്ങയുടെ അടിപ്പിണരാൻ ഞാൻ സൗഖ്യമായിരിക്കുന്നു. നിങ്ങൾക്കെന്നെ പറയാൻ കഴിയുമോ? യേശുവേ നന്ദി, യേശുവേ അങ്ങനെ സൗഖ്യമാക്കി. ഓ ക്രൂശിൽ സൗഖ്യമാക്കി. അങ്ങയുടെ അടിപ്പിണരാൻ ഞാൻ സൗഖ്യമായിരിക്കുന്നു. എല്ലാ രോഗവും അസുഖവും, എന്തെങ്കിലും പിശാചുക്കളോ, എന്തെങ്കിലും ട്യൂമറോ, എന്തെങ്കിലും വേദനയോ, എന്തെങ്കിലും ആർത്രൈറ്റിസോ, എന്തെങ്കിലും അസുഖമോ, അതൊരിക്കലും എൻ്റെ ഈ ശരീരത്തിൽ വസിക്കാൻ കഴിയുകയില്ല. ഇത് യേശുവിൻ്റെ ശരീരമാണ്. ഓ, ഞാനിപ്പോൾ അധികാരമെടുക്കുന്നു. പറഞ്ഞട്ടെ, എല്ലാവരും പറഞ്ഞട്ടെ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അസുഖങ്ങളും, എല്ലാ പിശാചിൻ്റെ പ്രവർത്തനങ്ങളും, എല്ലാ അസുഖങ്ങളും, എല്ലാം എൻ്റെ ശരീരത്തിലുള്ള എല്ലാം ഞാനതിനെ ശപിക്കുന്നു. ഞാനിപ്പോൾ കൽപ്പിക്കുന്നു, ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുക, എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുക. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക, 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 സൗഖ്യമാക. ഓ, രക്തത്തിലുള്ള അസുഖം മാറട്ടെ. എല്ലാ എല്ല് സംബന്ധ പ്രശ്നങ്ങൾ മാറട്ടെ. എല്ലാ ചെവി സംബന്ധമായ പ്രശ്നങ്ങൾ മാറട്ടെ. ഓ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ മാറട്ടെ. ഓ, ശ്വാസകോശങ്ങൾ സൗഖ്യമാവുക. ഓ റീഹാലബറ ഷിഹറകല ഷികഠബറലബറ സികഥേകറലബറ. നിങ്ങളുടെ ശരീരത്തെ തൊട്ടാട്ടെ, നിങ്ങളുടെ ശരീരത്തെ തൊട്ടാട്ടെ. പറഞ്ഞിട്ട് യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആമേൻ. ഇപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഏതെങ്കിലും പൈശാചിക അറ്റാക്ക് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും മന്ത്രവാദ ശക്തികൾ, ഏതെങ്കിലും അസുഖം, ഏത് ദൈവത്തിൽ നല്ലാത്തത് എന്താണോ എൻ്റെ ശരീരത്തിലുള്ളത്, ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ വിട്ടുമാറുക. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്.
ഞാൻ സൗഖ്യമാക്കുന്നവരാണ്. ഞാൻ സൗഖ്യം അത്ഭുതങ്ങൾ അടയാളം ചെയ്യുന്നവരാണ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവുക. നിങ്ങളുടെ കരമുയർത്തിയാട്ടെ. നിങ്ങളുടെ 2 കരം ഉയർത്താൻ കഴിയുമെങ്കിൽ ഉയർത്തുക. ഓ നന്ദി യേശുവേ, അങ്ങ് ജനത്തെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ക്രൂശിങ്ങൾ ചെയ്തതിനായി സ്തോത്രം. ദൈവം എന്ന് എന്നോട് പറയുകയാണ്, ഓ അഭിഷേകം റിലീസായിരിക്കും. ഇന്ന് അഭിഷേകം ഇവിടെ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് പറയട്ടെ, നിങ്ങൾ എല്ലാവരും സൗഖ്യമാകുന്നു. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആ അഭിഷേകത്തെ ആമേൻ നിങ്ങളുടെ മേൽ പകരുന്നു. ആ വിശ്വാസത്തെ പകരുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഇതിപ്പോൾ നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയമാണ്. നിങ്ങളുടെ മേലുള്ള അത്ഭുതങ്ങൾ അറിയാനുള്ള സമയമാണ്. ഞാൻ കാണുന്നു ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഹൃദയത്തിലുള്ള ആമേൻ അസ്വസ്ഥത മാറുന്നു. ആമേൻ ക്രിയേറ്റീവായിട്ടുള്ള മിറക്കിൾസ്, ആമേൻ അത്ഭുതങ്ങൾ നടക്കുന്നു. കരമുയർത്തിയാട്ടെ. ഓ നന്ദി യേശുവേ. പരിശുദ്ധാത്മാവെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഓ ഇത് നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയമാണ്. നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളെ പരിപൂർണമായി നിറയ്ക്കുന്നു. അവൻ തന്നെ നിങ്ങളെ തൊടുന്നു. അങ്ങനെ നിങ്ങൾ സൗഖ്യമാകുന്നു. ആരെങ്കിലും അത് നിങ്ങളെ തൊടുവാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട. പരിശുദ്ധാത്മ തന്നെ നിങ്ങളെ തൊടുന്നു. ഇപ്പോൾ നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയമാണ്. ഞാൻ കാണുന്നു ദൈവം പുതിയ 2 കണ്ണുകൾ സൃഷ്ടിക്കുന്നു. പുതിയ കണ്ണുകൾ. പരിശുദ്ധാത്മ ശക്തി നിങ്ങളുടെ എല്ലുകളിന്മേൽ നിഴലിടുന്നു. ഓ നിങ്ങളുടെ മുഴു ശരീരവും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുകയാണ്. ഓ ദൈവികമായ സ്പർശനം, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം. ഞാൻ ദൈവത്തിന്റെ വാൾ കാണുന്നു. അവൻ ആ വാൾ കൊണ്ട് അവൻ പൈശാചിക ശക്തിയെ വെട്ടിക്കളയുന്നു. ഒരു ഇലക്ട്രിസിറ്റി പവർ പോലെ നിങ്ങളുടെ ശരീരത്തിലൂടെ, ഒരു വൈദ്യുതിയുടെ സ്പർശനം പോലെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളത് അനുഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് ശക്തമായ കൊടുങ്കാറ്റ് പോലെ എഴുന്നേൽക്കുന്നു. അവനെല്ലാ രോഗാത്മാവിനുമായി ആമേൻ അവനതിനെ ആ രോഗാത്മാവിനെ തള്ളി പുറത്ത് പായിക്കുകയാണ്. ഇതേ അഭിഷേകം നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയും. ഇനിമേൽ അസുഖമില്ല, ഇനിമേൽ പിശാചിന്റെ പ്രവർത്തനങ്ങളില്ല. നന്ദി പരിശുദ്ധാത്മാവ്, നന്ദി യേശുവേ, നന്ദി കർത്താവേ. അപ്പം ഇന്ന് ഞങ്ങളുടെ ജനത്തെ അങ്ങ് പരിപൂർണ്ണ നിറച്ചതായി ആമേൻ. ഹീലിംഗ് എല്ലായിടത്തും നടന്നതിനെ സ്തോത്രം.
നിങ്ങളുടെ കരമുയർത്തി പറഞ്ഞിട്ട് എൻ്റെ നന്ദി, ഞാൻ എൻ്റെ സൗഖ്യത്തെ സ്വീകരിക്കുന്നു, ഞാൻ ആ സൗഖ്യത്തെ ഞാൻ എടുക്കുന്നു, ഞാൻ സൗഖ്യമായിരിക്കുന്നു, ഞാൻ വിടുവിക്കപ്പെട്ടിരിക്കുന്നു.